മുഴുവൻ സേവനങ്ങളും പൂർണ്ണമായിട്ടും ഡിജിറ്റലാക്കി മാറ്റി അത് വളരെ എളുപ്പത്തിലാക്കി സിറ്റിസന്റെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വരേണ്ട സേവനങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്ന വളരെ വിപ്ലവാത്മകമായ ഒരു പ്രൊജക്റ്റാണ്, ശരിക്കും ഒരു മോഡ്യൂളാണ് കെ സ്മാർട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ ഫേസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ജനുവരി 1-ാം തീയതി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ അത് ലോഞ്ച് ചെയ്തു. അതിനുശേഷം ഓരോ ലോക്കൽ ബോഡീസിലും അതിൽ പതിയെ സേവനങ്ങൾ അതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. സോ നമ്മുടെ ബിൽഡിംഗ് പെർമിറ്റിന് സെഷൻ മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമാകുന്ന ഒരു കാരണമാണ് നമുക്ക് ഇതിൽ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്തതിനു വേണ്ടി ചില പ്രത്യേക ലെയറുകളും കളറുകളും ഉൾപ്പെടുന്ന ചില കൺവെൻഷൻസ് നമുക്ക് പരിചയിക്കേണ്ടതുണ്ട്. അത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൽ ഓവറോൾ ആയിട്ടൊന്നൊരു പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും ആദ്യം കെ സ്മാർട്ടിന്റെ സൈറ്റ് എന്ന് പറയുന്നത് ksmart.lsckerala.gov.in എന്നുള്ള സൈറ്റാണ്. മുമ്പ് അത് കെ സ്മാർട്ട് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഐക്യമിന്റെ സൈറ്റ് വരുമായിരുന്നു. പക്ഷെ ഇപ്പൊ കെ സ്മാർട്ടിന്റെ സൈറ്റിലാണ് വരുന്നത്. ഐക്യമിന്റെ സൈറ്റ് അല്ല, കെ സ്മാർട്ടിന്റെ സൈറ്റ് വേറെ തന്നെയാണ്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഉള്ള മുഴുവൻ സേവനങ്ങളും നമ്മൾ ഓൺലൈൻ ആക്കാൻ ഉദ്ദേശിക്കുക, ഓൺലൈനാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺലൈൻ ആയിട്ടുള്ള ഏതൊരു സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും ആദ്യം അതിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. രജിസ്ട്രേഷൻ ഇൻ ദ സെൻസ് ഓരോ സിറ്റിസണും നമുക്കൊരു ഇതിൽ ഓൺലൈൻ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. ആദ്യം ഒരു സിറ്റിസൺ ആയിട്ട് തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സിറ്റിസണായിട്ട് രജിസ്റ്റർ ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് ബാക്കിയുള്ള സേവനങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. സോ ഏറ്റവും ആദ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ലോഗിൻ ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന മോഡ്യൂൾ നമുക്കൊന്ന് പരിചയപ്പെടാണ്. ഇവിടെ മോള് കെ സ്മാർട്ടിന്റെ പോർട്ടൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ ലോഗിൻ എന്നുള്ള സെഷനുണ്ട്, രജിസ്റ്റർ എന്നുള്ള സെഷനുണ്ട്. ഓക്കെ, ഈ രജിസ്റ്റർ എന്നുള്ള സെഷനിൽ പോയാൽ നമുക്ക് അവിടെ എന്താ പറയാ സിറ്റിസൺ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇവിടെ വേണ്ട ആധാർ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ OTP വരും. OTP വന്നാൽ നേരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ബട്ടൺ കൊടുത്താൽ നമുക്ക് ആക്റ്റീവായി. വേറെ വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല. അതാണ് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സിറ്റിസൺ രജിസ്ട്രേഷൻ ഒരു 2-3 സ്റ്റെപ്പ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഈ 2-3 സ്റ്റെപ്പുള്ള സിമ്പിൾ ആയിട്ട് പ്രോസസ് നമുക്ക് നിർബന്ധമായിട്ടും ഇതിൽ വേണം. അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എന്താ പറയാ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി ഒരു ലൈസൻസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും നമുക്ക് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ളവർക്ക് മാത്രമാണ് സാധാരണ തീർച്ചയായിട്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉള്ള ഒരു സിറ്റിസണ് നമുക്കൊരു രജിസ്ട്രേഷൻ, ഒരു ലോഗിൻ ആൻഡ് പാസ്വേഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. കാരണം ഞാനിപ്പോ എനിക്കൊരു ലൈസൻസ് ഉണ്ടെങ്കിൽ എന്റെ പേരിൽ അത് വേറെ ആരും ലൈസൻസ് എടുക്കാത്ത രീതിയിൽ എനിക്ക് തന്നെയാണ് ലൈസൻസ് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ് അവിടെ നടക്കുന്നുണ്ട്. അതിൽ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ഇവിടെ ലോഗിൻ എന്നുള്ള സെഷൻ ക്ലിക്ക് ചെയ്താൽ ടോപ്പില് ലോഗിനിൽ 3 സെഷൻ കാണാം. സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് എനിക്കൊരു ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്, പബ്ലിക് ഗ്രീവൻസ് തുടങ്ങിയുള്ള മോഡ്യൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാനുള്ള സിറ്റിസൺ ലോഗിൻ. അതിനുശേഷം എംപ്ലോയി ലോഗിൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എംപ്ലോയീസിന് വേണ്ടിയുള്ള, അത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള ലോഗിൻ. അതിനുശേഷം വരുന്ന ഓർഗനൈസേഷൻ ലോഗിൻ എന്നുള്ള ഈ ഓർഗനൈസേഷൻ ലോഗിൻ ആണ് ശരിക്കും നമ്മുടെ ലൈസൻസീസിന്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഓർഗനൈസേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് പിന്നെ സംശയം തോന്നിയേക്കാം എന്തുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ എന്നുള്ള പേരിൽ കൊടുത്തിരിക്കുന്നത്. മുമ്പുള്ളതിലൊക്കെ നമുക്ക് നേരെ ബിൽഡിംഗ് ലൈസൻസി ലോഗിൻ ആയിരുന്നില്ലേ എന്നൊരു സംശയം വന്നേക്കാം. ഇത് ജസ്റ്റ് ഒരു ഗ്രൂപ്പിംഗ് മാത്രമാണ്. നമുക്കൊരു ഇത് മറ്റുള്ള കെ സ്മാർട്ടിന്റെ മറ്റുള്ള സർവീസസിന് വേണ്ടി നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻസ് പിക്ചറിൽ വരുന്നുണ്ട്. ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, അക്ഷയ കേന്ദ്രങ്ങൾ വരുന്നുണ്ട്. സോ അതുപോലെ നമുക്കൊരു ഓർഗനൈസേഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് ലൈസൻസീസിന്റെ ലോഗിൻ കൊടുക്കുന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഓർഗനൈസേഷൻ അല്ല ഇവിടെ രജിസ്റ്റേർഡ് ആവുന്നത്, നമ്മുടെ ഇൻഡിവിജ്വൽ തന്നെയാണ്. ഓക്കെ, സോ ഇവിടെ ഓർഗനൈസേഷൻ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന സ്ക്രീനിൽ ഇവിടെ എന്താ പറയാ ഓർഗനൈസേഷൻ, ഈ സെഷനിൽ നമുക്ക് ലോഗിൻ കിട്ടിക്കഴിഞ്ഞാലാണ് അത് ലോഗിൻ ചെയ്യാനുള്ള ഫോൺ നമ്പറും OTP വരും. അതിനു മുമ്പായിട്ട് ബിൽഡിംഗ് ലൈസൻസി രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അവിടെ നമ്മുടെ ലൈസൻസും ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്, ആധാർ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് അതോറിറ്റി ആണോ ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്,
ഇപ്പം RJD ആണെങ്കിൽ അല്ലെങ്കിൽ JD ആണെങ്കിൽ ആ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ലൈസൻസിങ് അതോറിറ്റി തന്നെയാണ് നമുക്ക് ഇതിന്റെ ലോഗിൻ സാങ്ഷൻ ആക്കി തരുന്നത്. സോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സ് അവരുടെ ഒഫീഷ്യൽ രേഖകളുമായി ഒത്തുനോക്കിയതിനു ശേഷം ഓക്കെ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോഗിൻ അപ്രൂവ്ഡ് ആയി നമുക്ക് നമ്മുടെ കെസ്മാർട്ടിന്റെ സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. സോ മറ്റുള്ള സംശയം എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ചാർട്ടേഡ് എഞ്ചിനീയേഴ്സ് എന്ന് തുടങ്ങിയിട്ടുള്ള ഡീംഡ് ലൈസൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഡീംഡ് ലൈസൻസിൽ ശരിക്കും നമ്മൾ ആ ലൈസൻസിന്റെ ഒരു വാലിഡിറ്റി മാത്രം പരിശോധിച്ച് ഒരു ലോഗിൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്യുന്നത്. അത് ഡീംഡ് ലൈസൻസ് എന്നുള്ള ആ ഒരു സെക്ടറാണ് നമുക്ക് ഇതിന് സെലക്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇങ്ങനെ ലോഗിൻ രജിസ്റ്റേർഡ് ആയി ഇവിടെ രജിസ്റ്റർ ചെയ്തു. അപ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ എന്താ പറയാ നേരത്തെ തൊട്ട് മുമ്പ് കണ്ട അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ലോഗിൻ കൊടുക്കുമ്പോൾ ഇവിടെ ഹോം പേജിലോട്ട് തന്നെ പോകുന്നു. ഹോം പേജിൽ പോയാൽ ലോഗിൻ സെഷനിൽ പോയി ഓർഗനൈസേഷൻ ലോഗിനിൽ പോയി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാനത് രജിസ്റ്റേർഡ് ആയിട്ട് എന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് അപ്രൂവ്ഡ് ആയിരിക്കണം, എങ്കിൽ നിങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെൻഡ് OTP അടിച്ചാൽ ആദ്യത്തെ തവണ നമുക്കൊരു OTP വരും. അതിനുശേഷം ഒരു മൊബൈൽ പിൻ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിൽ ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന പോലെ പിൻ നമ്പർ സെറ്റ് ചെയ്യാവുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് നിലവിൽ OTP വെച്ചിട്ട് തന്നെയാണ് കയറുന്നത്. അത് ഉടൻ തന്നെ മൊബൈൽ പിൻ എന്നുള്ളതിലോട്ട് മാറുന്നതായിരിക്കും. സോ അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു സ്ക്രീനാണ് നമുക്ക് ഇതെന്ന് പറയുന്നത് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഡാഷ്ബോർഡ് എന്നുള്ള ഈ ഒരു സ്ക്രീനിലോട്ടാണ് വരുന്നത്. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇത് നമുക്ക് നമ്മുടെ ഇൻബോക്സ് ആണ്. നമ്മൾ ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷൻസിന്റെയും സബ്മിറ്റ് ചെയ്തിരിക്കുന്ന അപ്ലിക്കേഷന്റെയും ഡിഫറെന്റ് സ്റ്റാറ്റസുകൾ നമുക്കിവിടെ കാണുന്നതായിരിക്കും. സോ അപ്ലൈഡ് ഉണ്ടാവും, സബ്മിറ്റ് ടു ഓണർ ഉണ്ടാവും, ഡ്രാഫ്റ്റ് ഉണ്ടാവും. അങ്ങനെ വേരിയസ് അപ്ലിക്കേഷൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റാറ്റസും ഇനിഷ്യേറ്റഡ് ബൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഓണറുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നെടുക്കുന്നുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സ്ക്രീൻ. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന സ്ക്രീൻ ഇതാണ്. അതിനുശേഷം ഓക്കെ ഡാഷ്ബോർഡ് ഇതാണ്. നമുക്ക് ഓരോ ബിൽഡിംഗ് പെർമിറ്റിന് അപ്ലൈ ചെയ്യാനോ അല്ല മറ്റുള്ള ബിൽഡിംഗ് പെർമിറ്റ് റിലേറ്റഡ് സേവനങ്ങൾ എടുക്കണമെങ്കിൽ സർവീസസ് എന്നുള്ള ആണ്. ഈ സർവീസസ് ഹലോ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമുക്ക് സർവീസസിൽ പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ഓപ്ഷൻസ് കാണാം. ലെഫ്റ്റ് സൈഡിൽ ഓപ്ഷൻസ് ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആളുകൾ മ്യൂട്ട് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമാണ്. സോ ലെഫ്റ്റ് സൈഡിൽ സിവിലൈസേഷൻ ഉണ്ട്, പ്രോപ്പർട്ടി ടാക്സ് ഉണ്ട്, ബിൽഡിംഗ് പെർമിഷൻസ് ഉണ്ട്, പബ്ലിക് ഗ്രീവൻസ് എന്ന് തുടങ്ങി മറ്റുള്ള മോഡ്യൂളുകൾ ഇവിടെ ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ള നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അത് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് ഇവിടെ മോള് സർവീസസും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ബിൽഡിംഗ് പെർമിഷൻസും എന്നുള്ള പെർമിഷൻസ് ഈ രണ്ട് പെർമിഷൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ബിൽഡിംഗ് പെർമിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഇത് കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇതില് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ബിൽഡിംഗ് പെർമിഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ബിൽഡിംഗ് പെർമിറ്റ് എന്നല്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത് വെറും ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുകയോ ആ ബിൽഡിംഗ് പെർമിറ്റിന് കംപ്ലീഷൻ കൊടുക്കുകയോ ആ കംപ്ലീഷൻ കൊടുത്ത നമ്പർ കൊടുക്കുകയോ ആ ലെവലിൽ തീരുന്ന ഒരു പെർമിറ്റ് കാര്യങ്ങൾ മാത്രമല്ല നമ്മളിവിടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. കെസ്മാർട്ട് സിസ്റ്റം വഴി അല്ലെങ്കിൽ കെസ്മാർട്ട് എന്നുള്ള നമ്മുടെ ഈ ഒരു പദ്ധതി വഴി നമ്മളിപ്പോ ഈ ഒരു ബിൽഡിംഗ് പെർമിറ്റ് ആൻഡ് റിലേറ്റഡ് സിനാറിയോയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ ഒരു മെയിൻ റൂട്ട് കോസ് അടിസ്ഥാനപരമായ കാരണങ്ങൾ കണ്ടെത്തി ആ കാരണങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ കാരണങ്ങൾ അഡ്രസ് ചെയ്യാനോ ഉള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ കെസ്മാർട്ടിന്റെ ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ള മോഡ്യൂളിൽ കൂടി നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂട്ട് ചെയ്യണം പ്ലീസ്. നമുക്ക് ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ള ഈ ഒരു മോഡ്യൂളിനകത്ത് വെറും ഒരു എന്താ പറയാ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കൽ മാത്രമല്ല, മറിച്ച് നമുക്ക് നിലവിലുള്ള ബിൽഡിംഗ് പെർമിറ്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങൾ
പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത്. സോ ഇവിടെ അതിലേക്കായിട്ട് കുറച്ച് സിറ്റിസൺ ഫെസിലിറ്റേഷൻസ് മോഡ്യൂൾ നമ്മൾ പരിചയപ്പെടുത്തുന്നു. സിറ്റിസൺ ഫെസിലിറ്റേഷൻസ് മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താ പറയാ, സിറ്റിസൺ ഫെസിലിറ്റേഷൻ മോഡ്യൂൾ അത് ഓപ്ഷണൽ മോഡ്യൂളുകളാണ്. നമുക്ക് പെർമിറ്റിന്റെ ഭാഗമായിട്ട് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മയാണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ, ബിൽഡിങ്ങിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ ആലോചിക്കണമെങ്കിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ഥലം പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? സോ ഈ സ്ഥലം പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഘട്ടം മുതൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും ഇതിന്റെ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാവുന്നത് കാര്യം. നമ്മൾ ഒരു സ്ഥലം വാങ്ങുമ്പോൾ ആ സ്ഥലത്തിന് ബാധകമായ ചില ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള റൂളുകളുണ്ടാവും. കേരളം മുഴുവൻ ബാധകമായിട്ടുള്ള ബിൽഡിംഗ് റൂളുകൾ നമുക്കുണ്ട്. അതോടൊപ്പം ലൊക്കേഷൻ സ്പെസിഫിക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തിന്റെ കിടപ്പിനനുസരിച്ച്, ആ സ്ഥലത്തിന്റെ കിടപ്പിനനുസരിച്ച്, അതിന്റെ സ്ഥാനത്തിനനുസരിച്ച് ബാധകമായിട്ടുള്ള കുറെ റൂളുകൾ. അത് എല്ലാവർക്കും അറിയുന്ന പോലെ CRZ ഉണ്ടാവാം, മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ റെയിൽവേ ലാൻഡിന്റെ അടുത്തിട്ടുണ്ടാവും, എയർപോർട്ടിന്റെ അടുത്തുണ്ടാവും എന്ന് തുടങ്ങി അസംഖ്യം റൂളുകൾ നമുക്ക് പാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. സ്പേഷ്യൽ റൂളുകൾ നമ്മൾ പറയുന്ന ഒരു കാറ്റഗറി റൂളുകളാണ്. സോ നമ്മൾ ഒരു സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ ശരിക്കും ഈ ഒരു സ്പേഷ്യൽ റൂളുകൾ എത്രത്തോളം ആ ഒരു സ്ഥലത്ത് ബാധകമായിട്ടുണ്ട് അല്ലെങ്കിൽ ബാധകമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്നില്ല. അതത് ഓഫീസുകളിൽ പോയോ അല്ലെങ്കിൽ അതത് ഓഫീസുകളുടെ വെബ്സൈറ്റ് വഴിയോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഇതിൽ ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ ഒരു സ്പേഷ്യൽ റൂളുകൾ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണ് കെ-സ്മാർട്ടിന്റെ ഏറ്റവും ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്ന കെ-മാപ്പും അതോടൊപ്പം നോ യുവർ ലാൻഡ് എന്നുള്ള രണ്ട് സെഷൻ, ഒരു മോഡ്യൂൾ സബ്സിഡറി ആണ്, രണ്ടും ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ രണ്ട് മോഡ്യൂളുകൾ നമുക്ക് ഹെൽപ്പിന് വരുന്നത്. ഈ ഒരു മോഡ്യൂളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലം, ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്റെ സ്ഥലപരമായ വിശദാംശങ്ങൾ നമുക്കൊരു സിംഗിൾ പ്ലേസിൽ കാണിച്ചു തരുന്ന ഒരു ഉപാധിയാണ്, മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു മോഡ്യൂളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് കെ-മാപ്പും അതുപോലെ നോ യുവർ ലാൻഡ്. കെ-മാപ്പ് ഒരു മാപ്പിൽ അത് ഡിസ്പ്ലേ ചെയ്ത് തരുന്നു. അതേസമയം നോ യുവർ ലാൻഡ് എന്നുള്ള മോഡ്യൂൾ നമുക്ക് അതൊരു പ്രിന്റ് ആയിട്ട്, ഒരു PDF പ്രിന്റ് ആയിട്ട് നമുക്ക് ആ ഒരു സ്ഥലത്ത് ഭാഗമായിട്ടുള്ള സ്പേഷ്യൽ പാരാമീറ്റേഴ്സ് നമുക്ക് പ്രിന്റ് ആയിട്ട് തരും. ഹാവിങ് സെഡ് ദിസ്, ഇതിലും ചെറിയൊരു കാര്യങ്ങൾ ഉള്ളതെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള, ലഭ്യമായിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒത്തിരി ഡാറ്റാസ് കിട്ടാനുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന്റെ കറക്റ്റഡ് ഫോമിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോമാറ്റിലാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും പ്രധാനപ്പെട്ട ഒത്തിരി ഡാറ്റാസ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്കിത് അവൈലബിൾ. സോ ഈ കെ-മാപ്പ് എന്തെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ആദ്യം കെ-മാപ്പ് എന്നുള്ളത് നമുക്ക് ആദ്യം വേണ്ടത് ലോഗിൻ ചെയ്യണം. ഓക്കെ, ഈ കെ-മാപ്പ്, നോ യുവർ ലാൻഡ്, ഈ രണ്ട് മോഡ്യൂളുകൾ ശരിക്കും നമുക്ക് ലൈസൻസിൽ ലോഗിൻ അല്ലാതെ സിറ്റിസൺ ലോഗിലും മൊബൈൽ വഴി, മൊബൈൽ ആപ്പ് വഴി ലഭ്യമാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഓർഗനൈസേഷൻ ലോഗിൻ അഥവാ ഒരു ലൈസൻസിന്റെ ലോഗിനിലാണ്. സോ ലൈസൻസിന്റെ ലോഗിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കെ-മാപ്പ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുന്നു. കെ-മാപ്പ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആയി വരാം. നമുക്കൊരു എന്താ പറയാ, ഒരു മാപ്പ്, ഒരു GIS ബേസ്ഡ് മാപ്പാണ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് തരുന്നത്. GIS ബേസ്ഡ് മാപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ എർത്തിലും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിലൊക്കെ കാണുന്ന പോലുള്ള ഒരു മാപ്പ് തന്നെയാണ് ഈ GIS ബേസ്ഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് നമുക്ക് കാണിച്ചു തരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നിലവിൽ കേരളത്തിൽ നമ്മുടെ ഇതിൽ ബാധകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പേഷ്യൽ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ സ്പേഷ്യൽ റൂളിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഒരു മാപ്പിൽ ഇത് പ്ലോട്ട് ചെയ്ത് കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ ഇതിപ്പോ മൊത്തത്തിൽ കേരളത്തിന് മുഴുവനായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു മാപ്പാണ് കണ്ടത്. എനിക്ക് എന്റെ സ്പെസിഫിക് ഒരു സ്ഥലം, ഞാനിപ്പോ സ്ഥലം സെർച്ച് ചെയ്യുന്നു, ഞാനൊരു കോഴിക്കോട് സെർച്ച് ചെയ്യുന്നു. കോഴിക്കോടാണ് എന്റെ സ്ഥലം, ഇതായിരിക്കാം കോഴിക്കോട്. ഞാൻ സെർച്ച് ചെയ്ത സമയം സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഇത് സൂം ചെയ്ത് പോകും. എനിക്ക് എന്റെ സ്ഥലം കണ്ടെത്തിയാൽ, ഞാൻ കോഴിക്കോട് ടൗൺ ഏരിയയിലോട്ട് മാറി നോക്കുന്നു. കണ്ടെത്തി കഴിഞ്ഞാൽ സപ്പോസ് ഇതാണ് എന്റെ സ്ഥലം എന്ന് വെച്ചാൽ, ഈ സ്ഥലത്ത് ബാധകമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പേഷ്യൽ റൂളുകൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു മാപ്പ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഞാനിപ്പം
നമ്മൾ ഇനിയും ഒരു സ്ഥലം വാങ്ങിയിട്ടില്ല, ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ചർച്ചകളുടെ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുന്ന സമയമാണ്. ആ സമയത്താണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന എന്റെ പ്രൊജക്ട്, ഒരു ബിൽഡിംഗ്, ഒരു 15 നിലയുള്ള ഒരു ഹോസ്പിറ്റൽ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ഥലം വാങ്ങുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സ്ഥലം വാങ്ങുന്നതെങ്കിൽ, ആ ഒരു സ്ഥലത്ത് ഞാൻ വാങ്ങാൻ ചെയ്യുന്ന പോകുന്ന സ്ഥലത്ത് ഈ ഒരു ഫ്ലാറ്റ് സമുച്ചയം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ആ കാര്യങ്ങൾക്ക്, അനുമതികൾക്ക് തടസ്സമായി നിൽക്കുന്ന അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ആയിട്ട് വരുന്ന എന്തെങ്കിലും സ്പെഷ്യൽ റൂളുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പോകും. അതിന് ചെയ്യേണ്ടത്, ഇപ്പൊ മാപ്പ് ഓപ്പൺ ചെയ്തു, നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് സൂം ചെയ്ത് പോയി. സൂം ചെയ്തതിനു ശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ പോയാൽ ഇവിടെ ലെയേഴ്സ് എന്നുള്ളത് സംഭവം കാണും. ഈ ലെയേഴ്സ് ക്ലിക്ക് ചെയ്താൽ ഇവിടെയാണ് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഉള്ളത്. ഇവിടെ ഞാൻ വില്ലേജ് ആണ് ഇപ്പോൾ ഉള്ളത്, വില്ലേജ് ഓഫ് ചെയ്യുന്നു, വില്ലേജ് ബൗണ്ടറി ആണ് ഇപ്പോൾ കണ്ടിരുന്നത്. അതിനുശേഷം ഏറ്റവും ആദ്യം മാസ്റ്റർ പ്ലാൻ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, മാസ്റ്റർ പ്ലാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു സ്ഥലത്തിന് ബാധകമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് നിൽക്കും. സോ ഞാനിപ്പോ എനിക്ക് ഉണ്ടായിരുന്ന സ്ഥലം ഇതാണ്, എന്റെ സ്ഥലം അതായിരുന്നു. ആ സ്ഥലത്ത് ഏത് സോൺ ആണെന്ന് അവിടെ കൃത്യമായിട്ട് നമുക്ക് വേറെ എവിടെയും ഓഫീസുകളിലോ മറ്റു മാപ്പുകളോ ഒന്നും നോക്കാതെ നമ്മുടെ ആ ഒരു മൊബൈൽ ഒരു വെബ് ബേസ് ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ നോക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കെ മാപ്പിന്റെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രവർത്തന രീതി. സോ പലപ്പോഴും ചോദിച്ചേക്കാം, എനിക്ക് ഈ ഒരു സംഭവം സെർച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ട്രീ കനോബി ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും. സെർച്ച് എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ സെർച്ച് ചെയ്ത് എടുക്കുന്നതിന് പകരം നമുക്ക് കെ സ്മാർട്ട് നോ യുവർ ലാൻഡ് എന്നുള്ളൊരു GIS ആപ്ലിക്കേഷൻ ഉണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻ ആണത്. ആ മൊബൈൽ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈറ്റ്, നമ്മളിപ്പോൾ എവിടെയാണോ ആ സൈറ്റിൽ പോയാൽ ആ സൈറ്റിലേക്ക് അത് ഫോക്കസ് ആയി വരികയും കറണ്ട് ലൊക്കേഷനിൽ അടിക്കുന്ന പോലെ വന്ന് അവിടെ നമുക്ക് ആ പ്ലോട്ട് മാപ്പ് ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അങ്ങനെ ഒന്നുകിൽ നമുക്ക് സ്ഥലത്ത് പോയിട്ട് ഇത് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട്, വെബ് ആപ്ലിക്കേഷൻ ഇപ്പൊ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാം. സോ അതാണ് മാസ്റ്റർ പ്ലാൻ. അതുപോലെ ഇപ്പൊ നമുക്ക് ഓരോ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള എക്സ്ട്രാ EHP ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ EHP ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻസ് ആണ്. ഈ എക്സ്ട്രാ ഹൈ ടെൻഷൻ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ പ്ലോട്ടിന്റെ പലപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സാരമായിട്ട് റെസ്ട്രിക്ഷൻസ് വരുത്തുന്ന ഒരു സംഭവമാണ്. പ്ലോട്ട് കൂടി ഒരു ലൈൻ പോകുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, സോ ആ ലൈനിന്റെ ലൊക്കേഷൻസ് ആണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ഈ ലൈനിന്റെ ലൊക്കേഷൻസ് നമുക്ക് ഈ ലെജൻഡ് എടുത്ത് നോക്കിയാൽ അതിലെ വോൾട്ടേജും അവിടെ ആ ഒരു ലെജൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. സാധാരണ ഒരു ഒഫീഷ്യൽ എന്ന് ആണെങ്കിൽ പോലും നമ്മളൊരു ഫയൽ ഇൻസ്പെക്ടർ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന സംഭവം ഇത് തന്നെയാണ്. കാരണം ഒരു ലൈൻ അതിലിങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ ആ ലൈൻ എത്ര വോൾട്ട് ആണെന്നോ ഏത് ഇതിലാണെന്നോ അറിയണമെങ്കിൽ നമുക്ക് ആ തൊട്ടടുത്ത് അതിന്റെ ടവർ ലൊക്കേഷൻ, ടവർ പോയി നോക്കി അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നോക്കേണ്ടി വരാറുണ്ട്. കാരണം ഈ ലൈൻ ആസെറ്റ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു മാപ്പ് വെച്ചിട്ട് ലൈൻസിലെ കാര്യങ്ങൾ നോക്കാം. പിന്നുള്ളതാണ് ഹൈറ്റൈഡ് ലൈൻ. ഹൈറ്റൈഡ് ലൈൻ നമ്മൾ പറയുന്നത് CRZ-ന്റെ ഒരു മാനദണ്ഡമാണ്. ഹൈറ്റൈഡ് ലൈനിൽ നിന്നും ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ് CRZ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം. ആ ഒരു ഹൈറ്റൈഡ് ലൈനിന്റെ ഒരു മാപ്പും കൂടി നമുക്ക് നോട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിനുശേഷം CRZ എയർപോർട്ട് സോൺ ഞാൻ CRZ പറഞ്ഞില്ല, ഹൈറ്റൈഡ് ലൈൻ പറഞ്ഞത്. ഡിഫറെന്റ് ആയിട്ടുള്ള എയർപോർട്ട് സോണുകൾ, ഏത് സോണിലാണ്, ഏതെങ്കിലും എയർപോർട്ട് സോണിന്റെ ഇൻഫ്ലുവൻസ് ലൈനിലാണോ നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ. അതുപോലെ അതിനുശേഷം CRZ ബൗണ്ടറി, നേരത്തെ പറഞ്ഞത് CRZ-ന്റെ ഭാഗമായിട്ടുള്ള HTL ഹൈറ്റൈഡ് ലൈൻ ആണെങ്കിൽ ഇത് ഏത് സോണാണ്, CRZ-ന്റെ ഡിഫറെന്റ് സോൺസ് ഉണ്ട്, ആ ഡിഫറെന്റ് സോണിൽ നമ്മൾ ഏത് സോണിലാണ് ഇരിക്കുന്നതെന്ന് കാണാനുള്ള CRZ ബൗണ്ടറി കാണാൻ പറ്റും. അതുപോലെ CRZ-ന്റെ മാപ്പ് കാണാൻ പറ്റും. മാപ്പ് എന്ന് വെച്ചാൽ ഓരോ ഗ്രിഡ് ആയിട്ടാണ് CRZ-ന്റെ മാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ ഗ്രിഡിലെ ഏത് ഗ്രിഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഗ്രിഡ് സ്പേസ് കാണാൻ പറ്റും. പിന്നെ കേരള 10 മീറ്റർ ബഫർ കാണാൻ പറ്റും. അതുപോലെ LSD വയനാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുറെ സ്പെഷ്യൽ റൂളുകൾ അധികമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരു സ്പെഷ്യൽ റൂളാണ് ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ എന്ന് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസിൽ നിന്നും 1/2 കിലോമീറ്റർ മാറിയിട്ട് എന്തെങ്കിലും കൺസ്ട്രക്ഷൻ തന്നെ അലോഡുള്ളൂ. സോ അങ്ങനത്തെ സ്ഥലങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അത് ഇപ്പോൾ സൈറ്റിൽ പോയപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാരാമീറ്റർ ആണിത്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ സൈറ്റിൽ പോയിട്ട് അവിടെ ക്യാപ്ചർ ലൊക്കേഷൻ അടിച്ചാൽ നമ്മൾ മൊബൈൽ ആപ്പ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ സ്ഥലത്താണോ അല്ലെ നിൽക്കുന്നത് അറിയാൻ പറ്റും. പിന്നുള്ളത് LSD ബൗണ്ടറി കാണാം. അതുപോലെ റെയിൽവേ ലൈൻ ഇതിലൂടെ പോയിരിക്കുന്ന മുഴുവൻ റെയിൽവേ ലാൻഡും നമുക്ക് എന്താ പറയാ
പറയാ റെയിൽവേ ലൈൻ, ഏത് വഴിയൊക്കെയാണ് റെയിൽവേ പോയിരിക്കുന്നത്, നമ്മുടെ പ്ലോട്ട് റെയിൽവേ ലൈനിൽ നിന്ന് എത്ര മാറിയിട്ടാണ് നിൽക്കുന്നത്, അവിടെ NOC ആപ്ലിക്കബിൾ ആവുന്ന കേസസ് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് K-മാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം K-മാപ്പ് ഇപ്പൊ നമ്മൾ ഓരോ മാപ്പുകൾ എടുത്ത് നോക്കുകയാണ് ചെയ്തതെങ്കിൽ നമുക്കിനി അങ്ങോട്ട് ഈ മാപ്പിന് ഓരോന്ന് എടുത്ത് നോക്കുന്നതിന് പകരം നമുക്കിപ്പോ നോക്കിയ കാര്യങ്ങൾ അത്രയും ഒരു സിംഗിൾ പ്രിന്റ് ആയിട്ട് എടുക്കാനുള്ള ഒരു സംഭവം കൂടി ഉണ്ട്. ആ സംഭവമാണ് നമുക്ക് നോ യുവർ ലാൻഡ് എന്നുള്ള ആപ്പ് മോഡ്യൂൾ. നമ്മളിപ്പോ എടുത്തത് ബിൽഡിംഗ് ലോഗിൻ ചെയ്തു, സർവീസസ് പോയി, ബിൽഡിംഗ് പെർമിഷൻസ് എന്നുള്ളത് എടുത്തു. അതിൽ K-മാപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഞാനിപ്പോ രണ്ടാമത് പറഞ്ഞത് നോ യുവർ ലാൻഡ് എന്നുള്ള അടുത്ത മോഡലാണ്. ഈ നോ യുവർ ലാൻഡ് ആണ് നമുക്ക് നോക്കാം. നോ യുവർ ലാൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നോ യുവർ ലാൻഡിൽ നമുക്ക് ഒരു പ്ലോട്ട് നമുക്ക് വരച്ചെടുക്കാം. ആ പ്ലോട്ട് വരച്ചെടുത്താൽ നമുക്ക് ആ പ്ലോട്ടിന് ബാധകമായിട്ടുള്ള മുഴുവൻ സ്പേഷ്യൽ പാരാമീറ്റർ ഒരു പ്രിന്റ് ഫോമിൽ PDF ഫോമിൽ കിട്ടുന്നതാണ് നോ യുവർ ലാൻഡ് എന്നുള്ള ഒരു പാരാമീറ്റർ, ഒരു ടൂൾ എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ എന്റെ സ്ഥലത്തേക്ക് ഞാൻ സൂം ചെയ്ത് പോകുന്നു, സെർച്ച് ചെയ്തെടുക്കുന്നു. സെർച്ച് ചെയ്തെടുത്ത് കോഴിക്കോട് എടുത്തു. കോഴിക്കോട് പോയിട്ട് ഞാൻ എന്റെ ഒരു പ്ലോട്ട് ഐഡന്റിഫൈ ആണ്. ആ പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എനിക്ക് ആ പ്ലോട്ടിന്റെ പാരാമീറ്റർ, സപ്പോസ് ഇതാണ് എന്റെ പ്ലോട്ട് എന്ന് വിചാരിക്കുക, ഞാൻ ഡമ്മി പ്ലോട്ട് എടുക്കുകയാണ്. ഈ പ്ലോട്ടാണ് എന്റെ വിചാരിച്ചാൽ ഇവിടെ ഇത് വരച്ചെടുക്കാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, താഴെ നോക്കിയാൽ ഒരു എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് പോയിട്ട് നമുക്ക് പ്ലോട്ട് വരച്ചെടുക്കാം. പ്ലോട്ട് കൊടുത്താൽ ഇവിടെ ഈ പ്ലോട്ട് ഞാൻ വരച്ചെടുക്കുന്നു. ഈ പ്ലോട്ട് വരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ 2 ഫീൽഡ് കൊടുക്കാനുണ്ട്. ഇതിന്റെ പേര് കൊടുക്കണം. അതിനുശേഷം താഴെ ഇതിനൊരു ബിൽഡിംഗ് ഹൈറ്റും കൊടുക്കണം. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലോട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, ഇതിന് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യുമ്പോഴേക്കും ആ ഒരു പ്ലോട്ടിന് ബാധകമായിട്ടുള്ള മുഴുവൻ പാരാമീറ്റേഴ്സ് നമുക്ക് ഒരു PDF രൂപത്തിൽ പ്രിന്റ് ആക്കി എടുക്കാൻ പറ്റുന്ന ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഈ ബട്ടണാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ പ്രിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഒരു ഡോട്ട് വന്ന് കാണിക്കുന്നതാണ്. ഈ ഡോട്ടിന്റെ അവിടെ ഇപ്പോ നമ്മുടെ ഒരു പാരാമീറ്റേഴ്സ് ഫെച്ച് ചെയ്യുന്ന എന്താണ് GIS എഞ്ചിനിൽ നിന്നും ഒരു പാരാമീറ്റേഴ്സ് ഫെച്ച് ചെയ്തെടുക്കുന്ന ഒരു സമയമാണ് ഇപ്പം. ഇത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഫോമാറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു റിപ്പോർട്ട് ഫോമിൽ നമ്മൾ നേരത്തെ കണ്ട അത്രയും ഡീറ്റെയിൽസ് നമുക്കിവിടെ ഒരു റിപ്പോർട്ട് ഫോമിലായിട്ട് അവിടെ വരുമോ? നമുക്ക് ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് വെക്കാം. നോട്ട് ചെയ്യോ? ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് വെക്കാം. ഓക്കെ. ഇതിൽ മാസ്റ്റർ പ്ലാൻ വൈഡനിങ് എന്ന് പറയുന്ന മാസ്റ്റർ പ്ലാനിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. മാസ്റ്റർ പ്ലാൻ ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മാസ്റ്റർ പ്ലാനുകളും കുറെ മാനുവൽ ആയിട്ടുള്ള മാസ്റ്റർ പ്ലാനുകളും ഉണ്ട്. അപ്പോൾ മുഴുവൻ മാസ്റ്റർ പ്ലാനുകളും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഉള്ളത്. ഫോർ ദ ടൈം ബീങ് ഇതൊരു ഇൻഡിക്കേറ്റീവ് ആയിട്ട് എടുക്കാവും. അതിനുശേഷം മുഴുവൻ മാസ്റ്റർ പ്ലാനുകൾ വന്നതിന് ശേഷം നമുക്ക് ഇതൊരു മാസ്റ്റർ പ്ലാനുകൾ ഡീറ്റെയിൽസ് ടൗൺ പ്ലാൻ സ്കീംസിന്റെയും പല ഡീറ്റെയിൽ ടൗൺ പ്ലാൻ സ്കീംസ് നമുക്ക് പേപ്പർ ഫോമിലാണുള്ളത്. അവിടെ എല്ലാത്തിനും ഡീറ്റെയിൽസ് ഇപ്പൊ കിട്ടിക്കോളണം എന്നില്ല. ബട്ട് അതിന് അറ്റ്ലീസ്റ്റ് ആ ഒരു ഏരിയയിൽ ഡീറ്റെയിൽ ടൗൺ പ്ലാൻ സ്കീം ഉണ്ട് എന്നുള്ളതെങ്കിലും നമുക്കിപ്പം കിട്ടുന്ന രൂപത്തിലുണ്ട്. സോ നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള CRZ, റെയിൽവേ പ്ലസ് STL, ലൈൻസ്, പിന്നെ ചില സിറ്റികൾക്ക് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻസ്, പിന്നെ വയനാടിന് വേണ്ടിയുള്ള കുറച്ച് സ്പെഷ്യൽ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ടൊരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉടൻ വരാനിരിക്കുന്നത് PWD റോഡ്സിന്റെ വരും. അതുപോലെ എന്താണ് ഫോറസ്റ്റ് റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയാസ് വരും എന്ന് തുടങ്ങി മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും കുറച്ചുകൂടി ഡാറ്റാസ് കിട്ടാനിരിക്കുന്നു. ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ബൃഹത്തായ ഒരു പദ്ധതിയുടെ ഒരു ഇനീഷ്യൽ ഒരു ഫേസ് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു വിഷൻ ഇതിന് പിന്നിലുണ്ട്. സോ അത് നമുക്ക് ടുവാർഡ്സ് എൻഡ് പറയാം. ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുന്നു. ഓക്കെ. സോ ഇത്രയാണ് രണ്ടാമത്തെ പ്ലോട്ട് എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യം. ഓക്കെ. ഈ 2 കാര്യങ്ങളും നോക്കി ഞാൻ സൈറ്റ് എനിക്ക് വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിന് അവിടെ അപ്രൂവൽ അല്ലെങ്കിൽ അനുമതി കിട്ടുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതനുസരിച്ച് ഞാനൊരു പ്ലോട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതായിരിക്കാം. ഓക്കെ. സോ ഇതിൽ സ്പെഷ്യൽ പാരാമീറ്റേഴ്സിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സ്പെഷ്യൽ പാരാമീറ്റേഴ്സ് റൂളുകൾ പാലിക്കുന്ന ഒരു പ്ലോട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നത് ഉറപ്പുവരുത്തുന്നതോടുകൂടി തന്നെ
പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ആവുകയാണ്. അതിനുശേഷം പ്ലോട്ട് വാങ്ങിക്കഴിഞ്ഞു. ഇനി സ്വാഭാവികമായിട്ട് നമ്മൾ തൊട്ടടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഞാനത് ആർക്കിടെക്റ്റ് ആണെങ്കിൽ എന്നെ ആസ് എൻ ആർക്കിടെക്റ്റ് എന്നെ ഈ സ്ഥലം വാങ്ങിക്കുന്ന ക്ലയന്റ് സമീപിക്കുന്നു. ക്ലയന്റ് സമീപിച്ചിട്ട് എന്നോട് പറയുന്നു അദ്ദേഹത്തിന് വേണ്ടത് ആ ഒരു പ്ലോട്ടിൽ, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്ലോട്ടിൽ ഒരു 15 നില കെട്ടിടമാണ്. ആ 15 നില കെട്ടിടത്തിൽ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ അദ്ദേഹത്തിന് വേണ്ടത് ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് വേണം. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു റെസ്റ്റോറന്റ് കാര്യങ്ങൾ, അഗൈൻ കൊമേഴ്ഷ്യൽ സ്പേസ് തന്നെയാണ്. രണ്ടാമത്തെ നിലയിൽ അദ്ദേഹത്തിന് ഒരു അസംബ്ലി ഹാള് വേണം. മൂന്നാമത്തെ നിലയിൽ കുറച്ച് ജിം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒക്യുപ്പൻസി വേണം. അതിനുശേഷം 4ാമത്തെ നില മുതൽ മുകളിലോട്ട് മുഴുവൻ അദ്ദേഹത്തിന് ഹോട്ടൽ താമസിക്കാനുള്ള ഹോട്ടൽസ് വേണം എന്നുള്ള രൂപത്തിൽ നമുക്ക് ഒരു പ്രൊജക്ട് ബ്രീഫ് കിട്ടുന്നു. നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു പ്രൊജക്ട് ഡിസൈൻ ബ്രീഫ് തന്നു. ബട്ട് ആലോചിക്കുക, നമ്മൾ എപ്പോഴും കൺസെപ്റ്റ് സ്റ്റേജ് മാത്രമായിട്ടുള്ളൂ, പ്രൊജക്ട് ബ്രീഫ് മാത്രമായിട്ടുള്ളൂ. നമ്മൾ സംബന്ധിച്ചോളം നമ്മൾ ഡിസൈൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ഇതിൽ അടുത്ത പ്രശ്നങ്ങൾ വരാവുന്ന പ്രശ്നങ്ങളുടെ ഒരു കാതലായിട്ടുള്ള റീസൺ ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ഇതിന് ശേഷമുള്ള സ്റ്റേജാണ്. അതായത് നമ്മൾ കൺസെപ്റ്റ് സ്റ്റേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ ഡിസൈൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന 15 നില ബിൽഡിങ്ങിന് ആവശ്യമായിട്ട് ഉള്ള റൂളുകൾ, എന്തൊക്കെ റൂൾ പാലിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസൈൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഡിസൈൻ പാലിച്ചിരിക്കേണ്ട റൂളുകളുടെ വിശദാംശങ്ങൾ ഒറ്റ സ്ട്രെച്ചിൽ മനസ്സിലാക്കാനുള്ള വഴികൾ പ്രത്യേകിച്ചൊരു ടൂളും ഫോർ ദ ടൈം ബീങ് നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ളതാണ് ഒരു സത്യം. ഓഫ് കോഴ്സ് നമുക്ക് പലർക്കും പല എക്സലിൽ ശരിക്കുന്ന ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും സാധാരണഗതിയിൽ ഒരു മുഴുവൻ റൂളുകളും പഠിക്കുകയും മുഴുവൻ ഇതിന്റെ ഓരോ നിലയിലും വരാവുന്ന ഓക്യുപ്പൻസീസ് മനസ്സിലാക്കിയതിനു ശേഷം അതിനുശേഷമാണ് നമ്മൾ റൂളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ചാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഇവിടെ ഓർക്കേണ്ടത്, നമ്മൾ ഡിസൈൻ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ പാലിച്ചിരിക്കേണ്ട റൂൾ എന്ന് അറിയാനുള്ള ഒരു ഇതാണ് പറയുന്നത്. സോ ഇവിടെ ആണ് നമ്മുടെ ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ. ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് എന്നുള്ള നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂൾ ഇവിടെ രക്ഷക്കെത്തുന്നു. ഓക്കെ, ഇവിടെ സിസ്റ്റം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നു. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഡ്രോയിങ്ങിലോ സാമ്പിൾ കാണിക്കുകയാണ്. ഇവിടെ എനിക്ക് ടൈപ്പ് ഓഫ് റോഡ് അറിയാം, പ്ലോട്ട് ബൗണ്ടറി അറിയാം, കവേർഡ് ഏരിയ അറിയാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ഫുട്പ്രിന്റ് അറിയാം. ബിൽഡിംഗ് ഫുട്പ്രിന്റിന്റെ കൂടെ ഓരോന്ന്, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഇത് ബേസ്മെന്റ് ആണ്, ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, പിന്നെ ഓരോ ഫ്ലോർ, ഇത് ടിപ്പിക്കൽ ഫ്ലോർ ആണ്, 1 to 2 ഫ്ലോറിലുള്ള ടിപ്പിക്കൽ ഫ്ലോറിലുള്ള ഓക്യുപ്പൻസി അറിയാം, അതിന്റെ ഔട്ട്ലൈൻസ് അറിയാം. ഇത്രയും കാര്യങ്ങൾ മാത്രം എനിക്ക് അറിയുള്ളൂ. നമുക്കൊരു പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 5 minutes നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കുറച്ച് മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഈ മിനിമൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതൊരു ഡ്രോയിങ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്യുന്നു. അത് വരയ്ക്കാനുള്ള മെത്തേഡ് വേറെ ഉണ്ട്, അത് പറഞ്ഞു തരണം. ഈ ഡ്രോയിങ് ഇത് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു പ്രൊജക്റ്റിൽ, അതായത് ക്ലയന്റ് എന്നോട് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 15 നില ബിൽഡിങ്ങിൽ അതിൽ ഡിഫറെന്റ് ഓക്യുപ്പൻസീസ് ഉണ്ട്, ഡിഫറെന്റ് ഫ്ലോറിൽ ഡിഫറെന്റ് ഏരിയാസ് ആണ്. അതിൽ പ്രൊജക്ട് അതിന്റെ പ്ലോട്ട് ഏരിയ മാറും, അതിന്റെ അബിറ്റിംഗ് റോഡ് കണ്ടീഷൻസ് മാറും. ഇത്രയും മാറ്റങ്ങൾ വരാവുന്ന ഇൻഡിവിജ്വൽ പ്രൊജക്ട്സിന്റെ അകത്ത് നമുക്ക് പാലിച്ചിരിക്കേണ്ട മുഴുവൻ റൂളുകളും ഡിസൈനിന്റെ മുമ്പായിട്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഒരു മോഡ്യൂളാണ് ഈ ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് എന്ന മോഡ്യൂൾ. സോ അതായത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്ന ഈ സിമ്പിൾ ആയിട്ടുള്ള ഇത്രയും ലൈൻ സ്കെച്ച്, ഈ ഒരു ലൈൻ സ്കെച്ച് അപ്ലോഡ് ചെയ്താൽ, ഓഫ് കോഴ്സ് വരയ്ക്കാനുള്ള മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിൽ അത് വരച്ച് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിന് എത്ര പാർക്കിംഗ് വേണം, എത്ര സ്റ്റെയർ വേണം, ഫയർ സ്റ്റെയർ എത്ര വേണം, ഓരോ സ്റ്റെയറിനെയും എത്ര വിഡ്ത്ത് മാക്സിമം മിനിമം എത്ര വേണം, അതിന് ട്രെഡ് എത്ര വേണം, റൈസ് എത്ര വേണം എന്ന് തുടങ്ങി ആ ഒരു പർട്ടിക്കുലർ ഫ്രണ്ട് യാർഡ് എത്ര, സൈഡ് യാർഡ് എത്ര, റിയർ യാർഡ് എത്ര, സാനിറ്റേഷൻ എത്ര ടോയ്ലറ്റ് വേണം, അതിൽ എത്ര ഡിസേബിൾഡ് വേണം, റാമ്പ് എത്ര കൊടുക്കണം എന്ന് തുടങ്ങി ആ ഒരു പ്ലോട്ടിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിൽ പാലിച്ചിരിക്കേണ്ട മുഴുവൻ വിശദാംശങ്ങളും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചൊരു പ്രിന്റ് ആയിട്ട് കാണിച്ചു തരുന്നതാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്ന നമ്മുടെ രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്ന ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ്. ഓക്കെ, സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിസൈൻ എഫേർട്ട് ഭയങ്കരമായിട്ട് കുറയുന്നു എന്ന് മാത്രമല്ല, നമുക്ക് ചെയ്തിരിക്കുന്ന ഡിസൈന് ശേഷം അത് ചെക്ക് ചെയ്ത് പിന്നീട് അതിൽ റീവർക്ക് ചെയ്ത്
ഒത്തിരി സമയം കളയുന്ന ഒരവസ്ഥ നമുക്ക് ഇതിൽ നിർബന്ധമായിട്ടും കുറയ്ക്കാൻ പറ്റും എന്നാണ് ഇതിന്റെ ഒരു സവിശേഷത. ഓക്കെ, സോ ഇവിടെയാണ് നമ്മുടെ ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് എന്നുള്ള രണ്ടാമത്തെ മോഡ്യൂൾ നമുക്ക് വരുന്നത്. ഇനി അങ്ങനെ രണ്ടാമത്തെ മോഡ്യൂൾ നമ്മൾ കഴിഞ്ഞു. ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് ഒക്കെ കൊടുത്തു, ലിസ്റ്റ് കിട്ടി. ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ഡിസൈനിലോട്ട് പോയി. സോ ഇപ്പോഴാണ് നമ്മൾ ഡിസൈൻ തുടങ്ങുന്നത് കേട്ടോ. സോ ആദ്യം സ്ഥലം വാങ്ങുമ്പോൾ ഉള്ള റൂൾസ് ഒക്കെ നോക്കി അത് ഓക്കെ ആണെന്ന് പറഞ്ഞു. എനിക്ക് പെർമിറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ് ഞാൻ വാങ്ങിക്കുന്നത്. അതിനുശേഷം ഞാൻ ഡിസൈൻ തുടങ്ങുമ്പോൾ തന്നെ എന്തൊക്കെ റൂളാണ് പാലിച്ചിരിക്കേണ്ടത് എന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന മോഡുകൾ വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ഒരു പ്രിന്റ് കിട്ടി. എന്തൊക്കെയാണ് നമുക്ക് പാലിച്ചിരിക്കുന്ന റൂളിന്റെ ഒരു ലിസ്റ്റ് കിട്ടി. അങ്ങനെ ഇനി ഞാൻ അതിനുശേഷം എന്താ പറയാ നമ്മള് ഡിസൈൻ ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ ഇതൊക്കെ എല്ലാം വരച്ചെടുത്തു, കാര്യങ്ങളൊക്കെ വരച്ചെടുത്തു. ഞാൻ ജസ്റ്റ് എന്താ പറയാ ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ആണ് ചെയ്യുന്നതെങ്കിൽ ആ റെസിഡൻഷ്യലിന്റെ ഡ്രോയിങ്സ് ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൊമേഴ്ഷ്യലാണെങ്കിൽ കൊമേഴ്ഷ്യലിലെ ഡ്രോയിങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ സബ്മിഷന് വേണ്ടിയിട്ടുള്ള സബ്മിഷൻ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ആക്കി വെച്ചതിന് ശേഷം ഈ ഒരു സ്റ്റേജിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അഗെയിൻ എനിക്കൊന്ന് ചെക്ക് ചെയ്യണം, വെരിഫൈ ചെയ്യണം ഇത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ ഡിസൈൻ ഡ്രോയിങ് ആസ് പെർ റൂൾ ആണോ അല്ലേ എന്നുള്ളത് എനിക്കൊന്ന് കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. ഈ വെരിഫിക്കേഷൻ, അതായത് നേരത്തെ നമ്മൾ കൺസെപ്റ്റ് സ്റ്റേജിലാണ് ചെയ്തത്, ഇവിടെ കൺസെപ്റ്റ് സ്റ്റേജിലല്ല, നമ്മൾ ടുവാർഡ്സ് ദ എൻഡ് ഇൻ ദ സെൻസ് നമുക്ക് ഡീറ്റെയിൽ ഡിസൈനിന് ശേഷം സബ്മിഷൻ ഡ്രോയിങ്ങുകളൊക്കെ ചെയ്തു. സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ വരച്ചിരിക്കുന്ന ഡ്രോയിങ് ആസ് പെർ റൂൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈ ആസ് പെർ റൂൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മോഡ്യൂളാണ് മൂന്നാമത്തെ നമ്മുടെ മോഡ്യൂൾ എന്ന് പറയുന്ന സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻ എന്ന് പറയുന്ന മോഡ്യൂൾ. ഓക്കെ, ഈ സ്ക്രൂട്ടനൈസ് യുവർ ബിൽഡിംഗ് പ്ലാൻ എന്നുള്ള മോഡ്യൂളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്ന മോഡ്യൂൾ. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും മാൻഡറ്ററി അല്ല. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളിലൊന്നും നമ്മൾ അപ്രൂവൽ പ്രോസസ്സോ നമ്മൾ ലോക്കൽ ബോഡിയോ ആയിട്ടോ ഏഴായാലത്ത് പോലും നമ്മൾ എത്തിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഫെസിലിറ്റേഷന്, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള, അതേസമയം നമ്മൾ പോകുന്ന അപ്രൂവൽ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ ഡിസൈനിന്റെ റൂൾ കംപ്ലയൻസ് എന്ന് വെച്ചാൽ ഇത് റൂള് സംബന്ധിച്ച് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രൂഷ്യൽ പോയിന്റുകളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾക്ക് നമ്മളെ സഹായിക്കുന്ന വിലപ്പെട്ട മോഡ്യൂളുകളാണ്. ഓക്കെ, ഇതിവിടെ തന്നെ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യൂ അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും മാൻഡറ്ററി അല്ല. എന്താ പറയാ, നമുക്കൊരു ഡിസൈനിലോ അല്ലെങ്കിൽ വാങ്ങുന്ന സ്ഥലത്തോ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നമുക്കത് ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ ഇത് ഹെൽപ്പിംഗ് ടൂളായിട്ട് മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മൂന്നാമത്തെ മോഡ്യൂൾ എത്തുന്നു. മൂന്നാമത്തെ മോഡ്യൂൾ നമ്മൾ സ്ക്രൂട്ടനൈസ്ഡ് ബിൽഡിംഗ് പ്ലാൻ എന്നുള്ള മോഡ്യൂൾ. ഈ സ്ക്രൂട്ടനൈസ്ഡ് ബിൽഡിംഗ് പ്ലാൻ എന്നുള്ള മോഡ്യൂളിലാണ് നമ്മൾ ഒരു ഡ്രോയിങ് ആസ് പെർ റൂൾ ആണോ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വെരിഫിക്കേഷൻ നമുക്ക് നടത്തുന്നത്. അത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡ്രോയിങ് വരയ്ക്കുന്ന രീതി ടുവാർഡ്സ് എൻഡ് പറയാം. അതിനു മുമ്പ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറയാ, നമുക്ക് ഈ ഡ്രോയിങ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നു. സോറി, ഒരു ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നു. ഡ്രോയിങ് സെലക്ട് ചെയ്യുന്നത് വരയ്ക്കുന്ന രീതി അനുസരിച്ച് പറയുന്നു. ഡ്രോയിങ് സെലക്ട് ചെയ്ത് നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റത്തിന്റെ നെറ്റിന്റെ സ്പീഡും അനുസരിച്ച് വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡ്രോയിങ് ആസ് പെർ റൂൾ ആണോ അല്ലേ എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ജനറേറ്റ് ആയിട്ട് വരുന്നു. സോ ഞാനിപ്പോൾ ഇവിടെ സബ്മിഷൻ കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. അത് ഇങ്ങനെ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം കഴിഞ്ഞു. എത്ര സെക്കൻഡ് എടുത്തുണ്ടാവും? മാക്സിമം പോയാൽ ഒരു 15 to 20 സെക്കൻഡ് ആണ് ഇപ്പൊ എടുത്തിട്ടുണ്ടാവുക. സാധാരണഗതിയിൽ നമുക്ക് മാക്സിമം ഒരു ആവറേജ് നമ്മൾ പറയുന്നത് ഒരു 30 സെക്കൻഡ്സിലാണ്. ഈ 30 സെക്കൻഡ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഞാനിപ്പോ ഒരു ഒരു ഡ്രോയിങ് ഫയലാണ് അപ്ലോഡ് ചെയ്തത്. ആ ഡ്രോയിങ് ഫയലിൽ നിന്നും അത് സിസ്റ്റം മുഴുവൻ അത് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും സിസ്റ്റം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഈ ഡ്രോയിങ്ങിൽ നമുക്ക് കൊടുത്ത ഡീറ്റെയിൽസും പ്ലസ് ഏരിയ അതിനുശേഷം ഓരോ പാരാമീറ്ററും ഫ്രണ്ട് യാർഡ് റിക്വയർഡ്, അത് നോൺ നോട്ടിഫൈഡ് റോഡായിരുന്നു, 2 മീറ്റർ ആണ്. അവിടെ പ്രൊവൈഡഡ് എത്ര, റിക്വയർഡ് എത്ര, പ്രൊവൈഡഡ് എത്ര, സോ സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ് ആണോ അതിലെന്നുള്ളത്, റിയർ യാർഡ്, സൈഡ് യാർഡ്, പ്രോട്ടോകോൾ വാലിഡേഷൻസ്, കവറേജ്, ഡിസ്റ്റൻസ് എന്ന് തുടങ്ങി ആ ഒരു പർട്ടിക്കുലർ ബിൽഡിങ്ങിന് ആ ഒരു കൺസ്ട്രക്ഷൻ ബാധകമായിട്ടുള്ള മുഴുവൻ റൂളുകളും
സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ ആവറേജ് പറയുന്ന ആ ഒരു സമയത്തിനുള്ള. ഇതിപ്പോ വന്നിരിക്കുന്ന വളരെ എളുപ്പത്തിലായുള്ള എന്താ പറയാ 30 സെക്കൻഡ് താഴെയുള്ള സമയത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ എത്രയും വലിയ ഡ്രോയിങ് ചെയ്തപ്പോൾ പോലും നിലവിൽ ഒരു വിത്തിൻ 1 മിനിറ്റ് ആണ് നമുക്ക് ആ ഒരു സെഷൻ തരുന്നത്. ഇതിപ്പം നമുക്ക് ഒരു ആക്സെപ്റ്റഡ് ഡ്രോയിങ് ആണ്. സപ്പോസ് ഇതൊരു ആക്സെപ്റ്റഡ് അല്ലാത്ത ഡ്രോയിങ് ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഒരു എറർ കാണിച്ചിട്ടുണ്ടാവും. സേ മാൻഡറ്ററി സെപ്റ്റിക് ടാങ്ക് ഹാസ് നോട്ട് ബീൻ പ്രൊവൈഡ് ഇൻ ദ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എന്റെ ഡ്രോയിങ് അവിടെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആക്കി ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ട് പോലുമില്ല. ഇത് സേവ് കൊടുത്തു. സേവ് കൊടുത്തിട്ട് ഞാൻ സേവ് ചെയ്ത ലൊക്കേഷനിൽ നിന്നും ഒരു അപ്ലോഡ് ചെയ്യാണ് ചെയ്തത്. മാൻഡറ്ററി ഓപ്പൺ സെപ്റ്റിക് ടാങ്ക് കൊടുത്തില്ല എന്നാണ് പറഞ്ഞെങ്കിൽ സ്പോട്ടിൽ ഞാനൊരു സെപ്റ്റിക് ടാങ്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. എന്നോട് മറന്നു പോയതായിരുന്നു കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് ഈ ഒരു 30 സെക്കൻഡ്സിലാണ് അടുത്ത റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, സിസ്റ്റം പിന്നെയും 30 സെക്കൻഡ്സിനോട് എന്നുള്ളത് അത് വെരിഫൈ ചെയ്ത് ഇത് ആസ് പെർ റൂൾ ആണോ അല്ലേ എന്ന് നമുക്ക് പറഞ്ഞു. സോ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കൊരു റിയൽ ടൈം, അതായത് നമ്മളിപ്പോ ഒരു സംഭവം ഒരു ഡ്രോയിങ് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്ത് അത് ആസ് പെർ റൂൾ ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മണിക്കൂറുകളോ ദിവസങ്ങളോ വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥയല്ല. ആരെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട കാര്യമല്ല. വിളിച്ച് ചോദിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാര്യം ചെയ്ത് മുഴുവൻ സിസ്റ്റമാണ്. ബാക്ക് എൻഡിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സിസ്റ്റത്തോട് സബ്മിറ്റ് ചെയ്താൽ സിസ്റ്റമാണ് ടോട്ടലി സ്ക്രൂട്ടൈസ് ചെയ്യുന്നത്. അത് പാസ്സാവുന്നത് പാസ്സാക്കാതിരിക്കാനോ പാസ്സാവാത്തത് പാസ്സാക്കാനോ ഞങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഒരു മാനുവൽ ഇന്റർവെൻഷൻ അത് പോസിബിൾ ആണ്. സോ ആ ഒരു വെയിറ്റ് ചെയ്യാതെ നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓവറോൾ അപ്രൂവൽ പ്രോസസ്സിനെ വളരെ ഹെൽപ്ഫുൾ ആക്കിയിട്ട് നമുക്ക് ഒറ്റ സ്ട്രെസ്സിൽ റിയൽ ടൈം എന്ന് വരച്ചെടുത്ത് സ്ക്രൂട്ടനൈസ് ചെയ്ത് അപ്ലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് ആയിട്ട് നമ്മൾ പറയുന്നത്. പിന്നെ വേറൊരു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും പ്രത്യേക സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രത്യേക ഡ്രാഫ്റ്റിംഗ് മെക്കാനിസം ഉപയോഗിക്കണം എന്ന് നമുക്ക് നിർബന്ധമല്ല. കാര്യം നമ്മൾ ഒരിക്കലും ഈ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയറും നമ്മുടെ അപ്രൂവൽ മെക്കാനിസം തമ്മിൽ അത് ലിങ്ക്ഡ് അല്ല. മറിച്ച് ഞാനിപ്പോ ഇവിടെ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന ZW കാർഡാണ്. ZW കാർഡിൽ ഞാനൊരു സാധാരണ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന പോലെ ഒരു ഡ്രോയിങ് ചെയ്യുന്നു. ഈ ഡ്രോയിങ്ങിൽ കുറച്ച് അഡീഷണൽ ലെയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് പക്ഷെ ഒരു പ്ലഗിൻ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. അത് ചെയ്യുന്നത് എങ്ങനെയാണ് ടുവേർഡ്സ് എൻഡ് പറയാം. അതിന് മുമ്പായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഇവിടെ ആകെ ചെയ്യുന്ന സംഭവിച്ചാൽ ഇത് നമുക്ക് സേവ് ആസ് എന്നുള്ള കമാൻഡ് കൊടുത്ത് സേവ് ആസിൽ പോയിട്ട് സ്വാഭാവികമായിട്ടും DWGയിലാണ് കിടക്കേണ്ടവ. ഈ DWGക്ക് പകരം DXF എന്നുള്ള ഒരു ഫോർമാറ്റിൽ അത് സേവ് ചെയ്യണം എന്ന് മാത്രം. ഫോർമാറ്റിൽ യൂസ് ചെയ്യുന്നത് DWGക്ക് പകരം DXF എന്നുള്ള ഫോർമാറ്റാണ്. ഫോർമാറ്റിൽ സേവ് ചെയ്ത് ഞാൻ ഡെസ്ക്ടോപ്പിൽ വേറൊരു ഫോൾഡറിലായിട്ട് ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കി നമ്മുടെ ക്ലയന്റിന്റെ പേര് കൊടുത്തു. ആ ക്ലയന്റിന്റെ പേര് കൊടുത്ത് ഞാനത് മാറ്റി വെച്ചു, അവിടെ സേവ് ചെയ്തു. ആ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്രോയിങ് നമ്മൾ മറ്റുള്ള ആധാരത്തിന്റെ PDF അപ്ലോഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വേറെ പൊസിഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന പോലെ മറ്റുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്ന അതേ ഒരു ലാഘവത്തോടു കൂടി നമുക്ക് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുക മാത്രമാണ് നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സിലോ അപ്ലിക്കേഷൻ ലോക്കൽ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. നമ്മളിപ്പോഴും നമ്മളെ ഡ്രോയിങ് റെഡിയാക്കി വെക്കുന്ന ആ ഒരു സ്റ്റേജ് മാത്രമാണ് ചെയ്തത്. ഇവിടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ZW കാർഡാണ്. ഞങ്ങൾ ടെസ്റ്റിംഗ് ടീം ഉപയോഗിക്കുന്നത് ലിബ്ര കാർഡാണ്. ഞങ്ങൾ ഓഫീസിൽ ഉപയോഗിക്കുന്നത് നാനോ കാർഡാണ്. അതിനുശേഷം ഇതിന്റെ ബേസിക് എഞ്ചിൻ ആയിട്ടുള്ള ചെയ്തിരുന്നത് EDCR റൂൾ എഞ്ചിൻ ചെയ്യാൻ ഉപയോഗിച്ച സമയത്ത് ഡ്രാഫ്റ്റ് സൈറ്റ് ആയിരുന്നു. അതിന്റെ കോഡിംഗ് ആളുകൾ ഉപയോഗിക്കുന്നത് ലിബ്ര കാർഡാണ് എന്ന് തുടങ്ങി നമുക്ക് ഇതിൽ ഏത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പെയ്ഡും അല്ലാത്തതായിട്ട് ഏത് സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. ഓഫ് കോഴ്സ് ഓട്ടോകാഡ് ഉപയോഗിക്കാം. ഓട്ടോകാഡും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഉള്ളത് ഓട്ടോകാഡ് ആയിരിക്കും. ഓട്ടോകാഡിന്റെ ഏത് വേർഷനും എത്ര പഴയതും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, സോ നമുക്ക് ഡ്രോയിങ് ചെയ്ത് വെച്ചു. ഡ്രോയിങ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിനി ഡ്രോയിങ് ചെയ്യുന്നത് ഞാൻ ടുവേർഡ്സ് എൻഡ് പറയാം എന്ന് പറഞ്ഞു. നമുക്ക് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നൊക്കെ നോക്കാം. അപ്ലിക്കേഷൻ സബ്മിഷൻ പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ സർവീസസ് എടുത്തു കഴിഞ്ഞു. സർവീസസിൽ ബിൽഡിംഗ് പെർമിഷൻസിൽ പോയി നമ്മൾ ഏറ്റവും ആദ്യം KMAP നോക്കി. KMAP സ്ഥലം ഓക്കെ ആണെന്ന് കണ്ടു. നോ യുവർ ലാൻഡിൽ അത് പ്രിന്റ് ചെയ്തെടുത്തു. ഒരു PDF പ്രിന്റ് ആക്കി നമ്മുടെ ക്ലയന്റിന് അത് അയച്ചു കൊടുത്തു. ക്ലയന്റ് അത് നോക്കിയിട്ട് ഓക്കെ നല്ല സ്ഥലമാണെന്ന് കണ്ടു. സ്ഥലം വാങ്ങി
അതിനുശേഷം ക്ലയന്റ് നമ്മളോട് പറഞ്ഞു 15 ബിൽഡിംഗ് ആണ് ഉണ്ടാക്കേണ്ടത്. അതിന് വേണ്ട മിനിമം ആയിട്ടുള്ള ചെറിയൊരു ഡ്രോയിങ് വെച്ചിട്ട് ലൈൻ സ്കെച്ച് നമ്മൾ അതിൽ റിക്വയർമെന്റ്സ് എടുത്തു. റിക്വയർമെന്റ്സ് എടുത്തിട്ട് അതിൽ ഇത്ര കാര്യങ്ങൾ, സെറ്റ് ബാക്ക് വേണം, ഇത്ര പാർക്കിംഗ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ റൂൾ ഡീറ്റെയിൽസ് കിട്ടി. ആ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്തു. ഡിസൈൻ ചെയ്ത് നമ്മൾ സബ്മിഷൻ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തു. സബ്മിഷൻ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം അത് സെറ്റ് ആക്കി ഒരു സേവ് ആക്കി വെച്ചു. ഇത്രയായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സിലോട് കടന്നിട്ടില്ല. നമ്മൾ ഇനിയാണ് അപ്ലിക്കേഷൻ പ്രോസസ് കിടക്കാൻ പോകുന്നത്. ഇനി ഇപ്പോ ഇത്രയും ചെയ്ത ഡ്രോയിങ് വെച്ചും അല്ലാതെയും നമുക്ക് എങ്ങനെയാണ് ഒരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അതിൽ വേണ്ടതാണ് അതിന് വരുന്ന മോഡ്യൂളുകളാണ് പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ് എന്നുള്ള ഒരു സെക്ഷൻ ഇവിടെ കാണാം. പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ്. ഓക്കെ, ഈ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത്രയും സെക്ഷൻസ് ഇവിടെ ഉണ്ട്. ഒന്ന്, ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സെൽഫ് സർട്ടിഫൈഡ് സ്കീം, ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ, പെർമിറ്റ് അണ്ടർ സ്കീംസ്, ലാൻഡ് ഡെവലപ്മെന്റ്. ഈ ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ്, ലാൻഡ് ഡെവലപ്മെന്റ് എന്നുള്ളത് നിലവിൽ പ്ലോട്ട് സബ്ഡിവിഷന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ് എന്നുള്ളതാണ് നമ്മുടെ PMAY അല്ലെങ്കിൽ ലൈഫ് മിഷൻ പോലത്തെ സംഭവങ്ങൾക്ക് വേണ്ടി, സ്കീമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും സ്കീമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്ക് ശരിക്കും ഇതുവരെ മാനുവലി ആയിരുന്നു സബ്മിറ്റ് ചെയ്യുന്നത്. ഈ മാനുവലി സബ്മിറ്റ് ചെയ്യുന്നത് അതേ പ്രോസസ് ഇൻ ദ സെൻസ് നമ്മൾ മാനുവലി എന്താണോ കൊടുക്കുന്നത് ആ സാധനങ്ങളൊന്നും ഇതിലൊന്ന് ടൈപ്പ് ചെയ്ത് കയറ്റി വേറെ DXF ഫയലുകളോ DXF ഫയലുകൾ സ്ക്രൂട്ടിനി കാര്യങ്ങളൊന്നും ഇല്ലാതെ അതിൽ ഒരു ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യണമെന്ന് മാത്രം. പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആസ് മാനുവൽ സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ്. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. അത് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സെൽഫ് സർട്ടിഫൈഡും ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ ജനറൽ. ഓക്കെ, സോ ഞാൻ ഇവിടെ ഏറ്റവും ആദ്യം ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ ജനറൽ എന്നുള്ള കാറ്റഗറി എടുക്കുകയാണ്. എനിക്കുള്ളത് സെൽഫ് സർട്ടിഫൈഡ് അല്ലാത്ത ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ബിൽഡിംഗ് ആണ് സബ്മിറ്റ് ചെയ്യാൻ ഉള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്ന ബിൽഡിംഗ് പെർമിറ്റ് എന്ന ജനറൽ എന്നുള്ള കാറ്റഗറിയിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, സർക്കാരിന്റെ ചില പോളിസികൾ നമുക്ക് നിർദ്ദേശങ്ങൾ നമുക്ക് പാലിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ സെൽഫ് സർട്ടിഫൈഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ലോ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന കെട്ടിടങ്ങൾ അത് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജനറൽ വിഭാഗത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ലോ റിസ്ക് വിഭാഗത്തിൽപ്പെടുന്ന സെൽഫ് സർട്ടിഫൈഡ് വിഭാഗത്തിൽപ്പെടുന്ന അപ്ലിക്കേഷൻ മ്യൂട്ട് ചെയ്യണം. ഓക്കെ, സെൽഫ് സർട്ടിഫൈഡ് വിഭാഗപ്പെടുന്ന അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എംപാനൽഡ് ആയിരിക്കണം. എംപാനൽഡ് ലൈസൻസ് നമുക്ക് ഈ ലോഗിൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് സബ്മിറ്റ് ചെയ്ത് അത് വെരിഫൈഡ് ആയിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു ജനറൽ ബിൽഡിംഗ് പെർമിറ്റ് ആണ് എടുക്കുന്നത്. ജനറൽ ബിൽഡിംഗ് പെർമിറ്റിൽ ഇവിടെ ഏറ്റവും ആദ്യം വരുന്നത്, ഓക്കെ, ഇതിനു മുമ്പ് ഒരു പേജ് കണ്ടിട്ടുണ്ടാവും. മുമ്പത്തെ പേജ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ഇൻഫോർമേറ്റീവ് പേജാണ്. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ബിൽഡിംഗ് പെർമിറ്റ്സ് അപ്രൂവ് എടുത്തു, ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് ആവശ്യമുള്ളത്, ഓരോ ഡോക്യുമെന്റ് എന്താണ്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എന്താണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് ജസ്റ്റ് ഒന്ന് എഴുതിയെന്ന് മാത്രം. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മുഴുവൻ മോഡ്യൂളുകൾക്കും ഈ മുഴുവൻ സർവീസുകൾക്കും വേണ്ടിയാണ് ഈ ഒരു ഡിവൈസ് ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെയുള്ള സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം പറഞ്ഞു കൊടുക്കുന്ന പോലെ നമ്മൾ ഇതിനകത്തും പറഞ്ഞു വെച്ചതാണ്. ഓക്കെ, പ്രൊസീഡ് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുന്നത് ചില പേരിൽ പ്രത്യേകിച്ച് അതിന് വാലിഡേഷൻസ് ഒന്നുമില്ല. നമ്മൾ സാധാരണ സൈറ്റ് പ്ലാൻ ഫോർ ദ പ്രൊപ്പോസ് കൺസ്ട്രക്ഷൻ ഓഫ് ദ റെസിഡൻസ് ഓഫ് മിസ്റ്റർ സോ ആൻഡ് സോ എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രം. റെസിഡൻസ് ഫോർ മിസ്റ്റർ ഓക്കെ എബിസ് ഒരാളുടെ പേര്. ഓക്കെ, അതിനുശേഷം തൊട്ട് താഴെക്കാളും കാറ്റഗറി ഓഫ് അപ്ലിക്കേഷൻ. ഈ കാറ്റഗറി ഓഫ് അപ്ലിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ 2 മോഡ് കാണാം. ഒന്ന് ഓട്ടോമേറ്റഡ് മോഡുണ്ട്, 2 ഹൈബ്രിഡ് മോഡുണ്ട്. ഹൈബ്രിഡ് മോഡുണ്ട്. ഈ ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറയുന്നത്, ഓട്ടോമേറ്റഡ് മോഡിലാണ് നമ്മൾ DXF ഫയൽ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്ത് ആസ് പെർ റൂൾ ആണെന്ന് ഓട്ടോമാറ്റിക്കലി DXF ആക്കി സേവ് വെച്ചിരിക്കുന്ന ഡ്രോയിങ്സ് അപ്ലോഡ് ചെയ്ത് എന്താണ് അപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്ന ഒരു മോഡാണ് ഈ ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറയുന്ന മോഡ്. ഓക്കെ, ബട്ട് ഫോർ ദ ടൈം ബീങ് നമുക്ക് ഇതൊന്ന് പഠിച്ചെടുക്കാനുള്ള ചെറിയൊരു ഗ്യാപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ട്. ഫീൽഡിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. ഓക്കെ,
അതുവരെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു ആവശ്യത്തിലേക്ക് ഒന്ന് ഡിവൈസ് ചെയ്തിരിക്കുന്ന ഒരു മോഡാണ് ഈ ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹൈബ്രിഡ് മോഡ് എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ് മോഡ് എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം. ഏറ്റവും ആദ്യം ഓട്ടോമേറ്റഡ് മോഡ്, ഹൈബ്രിഡ് മോഡ് ഞാൻ കാണിക്കുന്നു. ഇവിടെ ഈ ഓട്ടോമേറ്റഡ് മോഡിലും ഹൈബ്രിഡ് മോഡിലും ആകെ വ്യത്യാസം വരുന്നത് ഈ അഞ്ചാമത്തെ റൂൾ വെരിഫിക്കേഷൻ എന്നുള്ള ഒരു സെക്ഷൻ മാത്രമാണ്. ഈ അഞ്ചാമത്തെ റൂൾ വെരിഫിക്കേഷൻ എന്നുള്ള സെക്ഷനിൽ മാത്രമാണ് ഓട്ടോമേറ്റഡ് മോഡിലും ഹൈബ്രിഡ് മോഡിലും മാറ്റം വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഹൈബ്രിഡ് മോഡ് പ്രൊസീഡ് ചെയ്യുന്നു. സോ ഹൈബ്രിഡ് മോഡ് സെലക്ട് ചെയ്ത് പ്രൊസീഡ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് പെർമിറ്റ് ഇഷ്യൂ ലോക്കൽ ബോഡി സെലക്ട് ചെയ്യാനുണ്ടാവും. ഞാൻ ഏത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ സെലക്ട് ചെയ്യുന്ന ലോക്കൽ ബോഡിയിലേക്കായിരിക്കും ഇതിന്റെ ആപ്ലിക്കേഷൻ റൂട്ട് ചെയ്ത് പോകുന്നത്. അത് മ്യൂട്ട് ചെയ്യണം, എനിക്കത് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. സോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാം ആഡ് മോർ എന്നുള്ളൊരു ബട്ടൺ. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ആഡ് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഒരു ചില പ്രോജക്റ്റുകളെങ്കിലും വലിയ പ്രോജക്റ്റുകളൊക്കെ ഒന്നിൽ കൂടുതൽ ലോക്കൽ ബോഡീസിലോട്ട് വ്യാപിച്ച് കിടക്കുന്ന പ്രോജക്റ്റുകളുണ്ടാവും. അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ആഡ് മോർ എന്ന് കൊടുത്തിട്ടുള്ളത്. അത് പ്രൊസീഡ് ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്ചർ ലൊക്കേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഈ ഒരു അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമുക്കൊരു പ്ലോട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, പ്ലോട്ട് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കണം. സോ ഈ പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്ത് ആ പ്ലോട്ടിന് ആവശ്യമായിട്ടുള്ള സ്പേഷ്യൽ റൂൾ പാരാമീറ്റേഴ്സ് കൂടി ഓട്ടോമാറ്റിക്കലി വാലിഡേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഫോർ ദ ടൈമിംഗ് നമുക്ക് ഈ ഒരു ട്രെയിനിങ് സെഷൻ കഴിയുന്നത് വരെ ഈ ഒരു പ്ലോട്ട് വരച്ചെടുക്കുന്നത് മാൻഡേറ്ററി അല്ല എന്ന് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നിലവിൽ തന്നെ നമ്മൾ ഈ പ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വരച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ 2-3 കാര്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. ഒന്ന്, നമ്മുടെ പ്ലോട്ട് ഒന്ന് ഫിക്സ് ആക്കി വെക്കണം. 2, നമുക്ക് മുമ്പ് എന്താണ് തൊട്ടടുത്ത വീട് നമ്പറും അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റ് നമ്പറൊക്കെ നോക്കിക്കൊണ്ടാണ് ഒരു ഓവർസിയർ സൈറ്റിൽ എത്തിയതെങ്കിൽ ഈ പ്ലോട്ട് ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പ്ലോട്ട് ക്യാപ്ചർ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവർക്ക് സൈറ്റിലെത്താൻ വേണ്ടി അവരുടെ മൊബൈൽ എടുത്തതിന് ശേഷം ഗോ ടു സൈറ്റ്, പ്രൊസീഡ് ടു സൈറ്റ് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മാത്രമേ തന്നെ അവർക്ക് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആവുകയും ആ ഗൂഗിൾ മാപ്പ് വഴി അവർക്ക് സൈറ്റിൽ എത്താനും പറ്റും. അത് ആണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് നമുക്ക് പെർമിറ്റ് പ്രിന്റ് എടുത്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ പെർമിറ്റ് ഈ ഒരു പ്ലോട്ട് ഐ ഡി ലിസ്റ്റ് ആയി വരുന്ന ഇപ്പൊ തന്നെ റൂളുകളെല്ലാം നമുക്ക് ബോർഡ് വെക്കണം എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്ട് ഇതിൽ വരികയും ചെയ്യും. ഇതിന് മാത്രമാണ് ഇത് ചെയ്തിരുന്നത്. പക്ഷെ തുടക്കത്തിൽ ഇത് വരച്ചെടുക്കാൻ ഉള്ള ട്രെയിനിങ് കഴിയുന്നത് വരെ നമുക്കിത് മാൻഡേറ്ററി അല്ല എന്നുള്ള ഒരു ഓപ്ഷൻ മാറ്റിയിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ എന്റെ സ്ഥലം സെലക്ട് ചെയ്യുന്നു. ഞാൻ വർക്കലയാണ് സെലക്ട് ചെയ്തത്. വർക്കല ഞാൻ ജസ്റ്റ് കാണിക്കാണ്. ഇത് നിർബന്ധമല്ല, ഇത് വരയ്ക്കലും നിർബന്ധമല്ലാതെ ആക്കിയിട്ടുണ്ട്. പക്ഷെ അതും ട്രെയിനിങ് കഴിയുന്നവരാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത് കാലാകാല ആൾക്കാർ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. സോ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ പറയാ, എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ നോ യുവർ ലാൻഡ് വരച്ചെടുത്ത അതേ പ്രൊസീജിയറാണ് ഇവിടെ വരുന്നു. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഇവിടെ പ്ലോട്ട് ഉണ്ട്. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോസ് ഇതാണ് എൻ്റെ പ്ലോട്ട് എങ്കിൽ ഞാനിത് വരച്ചെടുക്കുന്നു. വരച്ചെടുത്തതിന് ശേഷം ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോളിഗൺ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പോളിഗൺ ക്രിയേറ്റ് ചെയ്ത് അത് സേവ് ചെയ്യാൻ വേണ്ടി എനിക്ക് 2 ഫീൽഡ് കൊടുക്കണം. അതിന്റെ പേര് കൊടുക്കണം, അതിന്റെ ഹൈറ്റ് കൊടുക്കണം. ഞാനൊരു 6.9 ഹൈറ്റുള്ള ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ആക്ടിവേറ്റ് ഉണ്ടാവും. ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ സ്റ്റേജ്. നമ്മൾ വരച്ചെടുത്തു, ക്രിയേറ്റ് കൊടുത്തു, 2 ഫീൽഡ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ വരച്ചെടുത്ത സംഭവം എനിക്കൊന്ന് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം അത് ക്ലിക്ക് ചെയ്ത് താഴെ എന്താ പറയുക, ഇവിടെ പ്ലോട്ട് ഐ ഡി കാര്യങ്ങൾ വന്നിട്ടുണ്ടാവും. അത് അപ്ഡേറ്റ് ചെയ്യും. സേവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിലവിൽ അത് അപ്ഡേറ്റ് എന്നുള്ള ബട്ടണാണ് സേവിന് നമ്മൾ ഉപയോഗിക്കുന്നത്. സോറി,
ഓക്കെ, ഓക്കെ, ചിലപ്പോൾ പുറത്ത് ക്ലിക്ക് ചെയ്ത് പോയി. അത് ഇവിടെ ഇത് അപ്ഡേറ്റ് ചെയ്യും. അപ്ഡേറ്റ് കൊടുക്കുന്നു. അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നമ്മുടെ പ്ലോട്ട് വരച്ചു കഴിഞ്ഞു. ഓക്കെ, പ്ലോട്ട് വരച്ചു കഴിഞ്ഞു. ഏറ്റവും ആദ്യം അത് സേവ് ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അത് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഒന്ന്, ഡീറ്റെയിൽസ് ഇൻ ദ സെൻസ് ഇവിടെ പ്ലോട്ടിന്റെ ഐ ഡി ഉണ്ടാവും. ഒരു ഐ ഡി നമ്പർ ജനറേറ്റ് ആയി നിങ്ങൾ കാണുന്നുണ്ടാവും. ആ പ്ലോട്ട് ഐ ഡി നമുക്ക് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ഒന്നുകിൽ ഇത് M010100- എന്നുള്ള ആ ഒരു സംഭവം ടൈപ്പ് ചെയ്തെടുക്കാം. അതിലും എളുപ്പം നമുക്ക് ഇനി ഈ പ്ലോട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡിൽ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് വന്ന് നടക്കുന്നുണ്ടാവും. ആ ഡീറ്റെയിൽസ് ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് ഡാറ്റ അടിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വരും. സോ കഴിഞ്ഞ ദിവസം എനിക്ക് കാസർഗോഡ് ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു. സോ അദ്ദേഹത്തിന്റെ കൺസേൺ ഇതായിരുന്നു, നമ്മൾ ഇനി അങ്ങോട്ട് എന്താ പറയാ സാറ്റലൈറ്റ് ഇമേജ് ഒക്കെ വെച്ചിട്ട് എല്ലാ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷനും കണ്ടുപിടിക്കാൻ പോവാണ്. അതുകൊണ്ട് ഇത് ഭയങ്കര ഭാരമായിരിക്കും, നമുക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത്. ഇതങ്ങനെയൊന്നുമില്ല. അതിനുശേഷമാണ് നമ്മൾ ഈ ഡിസ്ക്ലൈമർ തന്നെ ഇട്ടിരിക്കുന്നത്. ദ പ്ലോട്ട് ക്യാപ്ചർഡ് ത്രൂ ദിസ് സ്റ്റേജ് മേ ബി ഇൻഡിക്കേറ്റീവ്. അത് ആകെ ഉപയോഗിക്കുന്നത് അത് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതിന്റെ ഏരിയയോ അല്ലെങ്കിൽ ഇതിന്റെ കറക്റ്റ് അളവുകളോ ഒന്നും നമ്മൾ എവിടെയും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ എന്താ പറയാ ബിൽഡിംഗ് വരുന്നത് എന്നറിയാൻ വേണ്ടി. അത് മെയിൻലി സ്പേഷ്യൽ ആയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ റൂളുകൾ, CRZ റൂളുകൾ എന്നുള്ള കാര്യങ്ങൾ, ആ സ്പേഷ്യൽ റൂളുകൾ മനസ്സിലാക്കാൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ അതാണ് മൂന്നാമത്തെ സ്റ്റേജ്. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. ഇനി നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് നാലാമത്തെ സ്റ്റേജിലാണ് പ്ലോട്ടിന്റെയും ഓണറിന്റെയും ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. പ്ലോട്ട് ഇവിടെ എങ്ങനെ കാണാം? ഇവിടെ പ്ലോട്ട് 1, പ്ലോട്ട് 2 എന്നുള്ള രീതിയിൽ കാണാം. ഇവിടെ പ്ലോട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആധാരത്തിന്റെ ഒരു ഫീച്ചറായിട്ടാണ് എടുക്കാം. ഓക്കെ, സോ ഒരു ആധാരത്തിൽ തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ രണ്ട് ആധാരം കൂടിയിട്ട് നമുക്ക് ഒരു സിംഗിൾ പ്രൊജക്റ്റ് ആവാം, അല്ലെങ്കിൽ പല രീതിയിൽ ഒരു ആധാരത്തിന് ഓണർ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ അത് പുറത്തു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലീസ് ആവാം എന്ന് തുടങ്ങി നമുക്ക് ഏത് തരം രീതിയിലുള്ള കാര്യങ്ങൾ ഓണർ ഡീറ്റെയിൽസ് നമുക്ക് ക്യാപ്ചർ ചെയ്ത രൂപത്തിലാണ് പ്ലോട്ട് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ലോക്കൽ ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം, വില്ലേജ് നെയിം കൊടുക്കണം, നെയിം ഓഫ് പ്ലോട്ട്. കൂടുതൽ പറയുന്നു ഇവിടെ ഉൾപിൻ നമ്പർ എന്ന നമ്പർ കാണാം. ഇത് ശരിക്കും നമുക്ക് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടില്ല. അത് നമ്മുടെ എന്റെ ഭൂമി എന്നുള്ള നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ സർവേ നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഡാറ്റ അവരുടെ ഡാറ്റാബേസിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാവുന്ന രൂപത്തിലാണ് ഇതിന്റെ സിസ്റ്റം ആർക്കിടെക്ചർ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡാറ്റ നിലവിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കിട്ടണം. പക്ഷെ എന്റെ ഭൂമി എന്നുള്ള ആ ഒരു സർവേ അവർ ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വരച്ചിരിക്കുന്ന ആ ഒരു പ്ലോട്ട് അടക്കം നമുക്ക് ഓരോ ലാൻഡിന്റെ ഓരോ ആധാരത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന രൂപത്തിൽ സിസ്റ്റം ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തു വെച്ചത്. സോ ഇവിടെ തൽക്കാലം ആ ഡാറ്റ കംപ്ലീറ്റ് ആയിട്ടില്ല. 200 മുനിസിപ്പാലിറ്റി മാത്രമാണ് ചെയ്താണ് ഞങ്ങൾ അറിയുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അപ്പോൾ ടൈമിംഗ് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. സോ അതിനുശേഷം ഞാനത് ചെയ്യുന്നു, എന്റെ പേര് കൊടുക്കുന്നു, ടോട്ടൽ ഏരിയ ഇവിടെ കൊടുക്കുന്നു, സംതിങ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണ്, നമ്പർ ഓഫ് ഓണേഴ്സ് ഇവിടെ കൊടുത്തു, സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് ലാൻഡ് ആണോ കാര്യങ്ങൾ കൊടുത്തു, സർവേ നമ്പർ അല്ല റീസൺ നമ്പർ ഏതാണ് കാര്യങ്ങൾ കൊടുക്കുന്നു. പിന്നെ അഗൈൻ എത്രയാണ് ഇവിടെ ഏരിയ നമ്മൾ ടോട്ടൽ 202.75 ആണ്. പലപ്പോഴും പല ആധാരത്തിലും അത് സ്പ്ലിറ്റ് ആയിട്ട് എഴുതാറുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് എഴുതുന്ന ആധാരത്തിൽ അങ്ങനെ സ്പ്ലിറ്റ് ഫീസായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സപ്പോസ് 202.75 ഇതിന് പകരം ഒരു 1 ഏക്കർ വലിയൊരു ഒരു 10,000 സ്ക്വയർ മീറ്റർ ഒക്കെ ഉള്ള സംഭവമാണെങ്കിൽ അതിൽ ചിലപ്പം ഒരു പോർഷൻ തന്നെ വേറെ ഒരു ഏരിയയും അത് വേറെ ടൈപ്പും വേറെ സർവേ നമ്പറും ആയിരിക്കും. അങ്ങനെ ഡിഫറെന്റ് സർവേ നമ്പർ കൂടെ നമുക്ക് എഴുതാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പക്ഷെ നമുക്ക് ഒരു ഏരിയ ഉള്ള ഒരു പോർഷൻ ഉള്ളു, അതുകൊണ്ട് തന്നെ നമുക്കത് വേറെ ആയിട്ട് മാറ്റുന്നില്ല. ഓക്കെ, 202.75 കൊടുത്തു, അത് നമ്മൾ സേവ് ചെയ്യും. അതിനുശേഷം ഇവിടെ ഡോക്യുമെന്റ്സ് അറ്റാച്ച് ചെയ്യണം. ടൈറ്റിൽ ഡീഡും കാര്യങ്ങളൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ഡോക്യുമെന്റ്സ് ഫോർ ടെസ്റ്റിംഗ് ഡോക്യുമെന്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലാൻഡ് ടാക്സ് റിസീപ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്യണം. അതിനുശേഷം മറ്റുള്ള ഡോക്യുമെന്റ്സ് എങ്കിലും ഇതിന്റെ കൂടെ വരുന്ന ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റുള്ള ഡോക്യുമെന്റ്സും കൂടി കൂടെ അറ്റാച്ച് ചെയ്യാം. അതേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. സോ ഇവിടെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് ഓണർ ഡീറ്റെയിലോട്ട് പോകും. ഓണർ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓണുണ്ട്, സെൽഫ് ഉണ്ട്. ഇതിൽ നാച്ചുറൽ പൊസിഷൻ എന്താ പറയാ ഷെയർഡ് ആവാം, കൺസേൺ ആവാം, റെന്റ് ആവാം, ലീസ് ആവാം.
അതുപോലെ ഡിഫറെന്റ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇവിടെയാണ് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ആ ഒരു പോയിന്റ് വരുന്നത്. നമുക്ക് കെ സ്മാർട്ടിന്റെ ഏത് സിസ്റ്റം നമുക്ക് അവൈൽ ചെയ്യണമെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. നമുക്ക് ലോഗിൻ എടുക്കണം. സോ അത് ഇവിടെ പറഞ്ഞത് ലൈസൻസ് ലോഗിൻ അല്ല, മറിച്ച് സിറ്റിസണും ലോഗിൻ എടുത്തിരിക്കണം. സോ ആ ലോഗിനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡീറ്റെയിൽ അതൊരു വൺ ടൈം ലോഗിൻ ആണ്. അത് വൺ ടൈം ലോഗിനിൽ നമുക്ക് ബില്ലിംഗ് പെർമിറ്റ് ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഇപ്പം ഞാനൊരു സിറ്റിസൺ ആണെങ്കിൽ ഞാനൊരു സർട്ടിഫിക്കറ്റ് എന്റെ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നു. ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്ത് അത് ഓക്കെ അപ്രൂവ്ഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോഗിൻ അവിടെ ഉണ്ടാവും. അതുപോലെ ഞാൻ വേറെ ഒരു ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് അവിടെ നടക്കുന്നുണ്ടാവും. അതുപോലെ എനിക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി ടാക്സ് കെട്ടിടത്തിന് നികുതി അടയ്ക്കാനുണ്ടെങ്കിൽ ആ നികുതിയുടെ ഡീറ്റെയിൽസ് പേ നൗ എന്നുള്ള രീതിയിലാണ് വന്ന് നടക്കുന്നുണ്ടാവും. എന്ന് തുടങ്ങി നമ്മൾ ലോക്കൽ ബോഡിയിൽ നമ്മൾ എന്തൊക്കെ സേവനങ്ങൾ എടുക്കുന്നോ അതിനെല്ലാം ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന നമുക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ്ബോർഡാണ് സിറ്റിസൺ ലോഗിന്റെ അകത്ത് ഉള്ളത്. സോ തീർച്ചയായിട്ടും ഇതൊരു വളരെ വലിയൊരു സ്റ്റെപ്പാണ് സർക്കാരിന്റെ ഭാഗത്തും നമ്മുടെ ഒരു ഇതിന്റെ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗത്തുമായിട്ടുള്ളത്. തുടക്കത്തിലുള്ള നമുക്ക് ആ ലോഗിൻ ക്രിയേഷൻ എന്നുള്ളത് ഇപ്പം നമുക്ക് ഒന്ന് പരിചയിക്കേണ്ടതുണ്ട്. അവിടെ ഇത് ലോഗിൻ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ലോഗിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ ഇപ്പം ആധാർ നമ്പർ വെച്ചിട്ടും അല്ലെങ്കിൽ ഫോൺ നമ്പർ വെച്ച് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച് നമുക്ക് ആളുകളെ സെർച്ച് ചെയ്തെടുക്കാം. സോ ഇവിടെ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ആളുകൾ സെർച്ച് എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് പകരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് എടുക്കുന്നത്. സോ ഞാൻ ഓൾറെഡി ഇവിടെയുള്ള ഒരു സിറ്റിസണിന്റെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ സിറ്റിസൺ ഫൗണ്ട് എന്ന് വന്നു. ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്. ആ രജിസ്റ്റേർഡ് ആളുടെ പേര് എന്റെ വൈഫിന്റെ പേരാണ് വെച്ചിട്ട് ഇത് സെലക്ട് ചെയ്ത് വന്നു. ഓക്കെ, സോ ഇവിടെയും നമുക്ക് തൽക്കാലം ഇത് ഡീറ്റെയിൽസ് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലുകൾ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ചെയ്ത് ആ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ വളരെ മിനിമൽ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കാര്യങ്ങൾ അത്രയും ഇങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി വരുന്ന രൂപത്തിൽ ഇത് ചെയ്തു വെക്കാം. ഓക്കെ, സോ ഇനി അങ്ങോട്ട് ഇപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, എല്ലാവരും രജിസ്റ്റർ ചെയ്യണോ? സോ എനിക്ക് ഓക്കെ, എൻ്റെ ഒത്തിരി വയസ്സായ ഒരു എൻ്റെ മദറിന്റെ 95 years ആണ് ഓൾഡാണ്, അവർക്കിത് ചെയ്യാൻ പറ്റില്ല. സോ എന്ത് ചെയ്യാം എന്നുള്ളത് അതിനുള്ള ഓപ്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു ഓൺ എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ സെൽഫ് എന്നുള്ള പകരം പവർ ഓഫ് അറ്റോർണി എന്നുള്ള ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ പവർ ഓഫ് അറ്റോർണി സെലക്ട് ചെയ്താൽ നമുക്ക് അതിനുള്ള ലീഗൽ ഡോക്യുമെന്റ്സ് പവർ ഓഫ് അറ്റോർണി ഇതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്കതും ചെയ്യാം. ഇനി ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരുപാട് പേരുള്ള ഓണേഴ്സ് ഉള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അതിലും ഒരു വ്യക്തിയെ അദ്ദേഹത്തിന് പവർ ഓഫ് അറ്റോർണി കൊടുക്കാം എന്ന രൂപത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ആ ഒരു വ്യക്തി, ആ പവർ ഓഫ് അറ്റോർണി ഉള്ള വ്യക്തി രജിസ്റ്റേർഡും ബാക്കിയുള്ള ആളുകൾ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. സോ അതിനുള്ള വർക്ക് റൗണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇവിടെ ഇത് സേവ് എടുക്കുന്നു. സേവ് എടുത്തു കഴിഞ്ഞു, ഇനി പ്രൊസീഡ് കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കണ്ടറിയാം ഇവിടെ ഓരോ സമയം നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ റെഡി ആയിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇങ്ങനെ എന്താ പറയുക ടിക്കായിട്ട് വരും. അത് നമ്മൾ ടിക്ക് ആയി കഴിഞ്ഞാൽ സപ്പോസ് ഞാനിപ്പോൾ ഇവിടെ നിർത്തി എനിക്കിപ്പോൾ പോകണം, വേറെ വഴിക്ക് പോകണമെങ്കിൽ എന്റെ ഇൻബോക്സിൽ അത് തന്നെ ഡ്രാഫ്റ്റ് എന്നുള്ള ഒരു രൂപത്തിൽ വന്നിട്ടുണ്ടാവും. എനിക്ക് ആദ്യം കണ്ട ഇൻബോക്സിനകത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് അവിടെ കയറിയിട്ട് എനിക്ക് പിന്നീട് നാളെ വന്ന് അത് കംപ്ലീറ്റ് ചെയ്താലും മതി എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സേവ് ആയിട്ടുള്ള പോർഷൻ ഇവിടെ ടിക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. ഞാൻ പ്രൊസീഡ് കൊടുക്കുന്നു. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തുള്ളത് റൂൾ വെരിഫിക്കേഷൻ. ഈ റൂൾ വെരിഫിക്കേഷൻ എന്നുള്ള ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ഹൈബ്രിഡ് മോഡും ഓട്ടോമേറ്റഡ് മോഡും തമ്മിലുള്ള ഒരു മാറ്റം വരുന്നുണ്ട്. ഓക്കെ, ഹൈബ്രിഡ് മോഡും ഓട്ടോമേറ്റഡ് മോഡും തമ്മിലുള്ള ഒരു മാറ്റം വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇവിടെ ഹൈബ്രിഡ് മോഡാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈബ്രിഡ് മോഡിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹൈബ്രിഡ് മോഡിൽ നമ്മൾ ഓട്ടോമേറ്റഡ് മോഡാണ് ആദ്യം പറയുകയാണെങ്കിൽ ഓട്ടോമേറ്റഡ് മോഡിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഡ്രോയിങ്ങിൽ നിന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ക്യാപ്ചർ ചെയ്യുകയും അത് ആസ് പെർ റൂൾ ആണോ എന്ന് ക്യാപ്ചർ ചെയ്യുകയും ചെയ്ത് അതിന്റെ മുഴുവൻ കെട്ടിട ഡീറ്റെയിൽസും പ്ലോട്ട് ഏരിയ ആണെങ്കിലും FSA ആണെങ്കിലും കവറേജ് ആണ് ഓക്യുപ്പൻസി ബിൽഡപ്പ് ഏരിയ ഫ്ലോർ ഏരിയ എന്ന് തുടങ്ങി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റത്തിലോട്ട് കയറി വരും. അതേസമയം ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഓക്കെ നമുക്ക് ചെറിയ വീടുകളൊക്കെ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ചൊരു സമയം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പഠിക്കാനുള്ള ആ ഒരു ഓറിയന്റേഷൻ ലഭിക്കുന്ന ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയം വരെ
നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇത് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പ്രൊവൈഡഡ് അത് ലോ റിസ്ക് ആവരുത്, ജനറൽ കാറ്റഗറി ആയിട്ടുള്ള ഏത് തരം കെട്ടിടങ്ങളും നമുക്ക് ഇങ്ങനെ ഓട്ടോമേറ്റഡ് മോഡൽ വരച്ചെടുക്കാതെ ഡയറക്റ്റ് ആയിട്ട് PDF അപ്ലോഡ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ അഞ്ചാമത്തെ അക്കോഡിയല്ല, അഞ്ചാമത്തെ അക്കോഡിൽ റൂൾ വെരിഫിക്കേഷൻ എന്നുള്ളത് നമ്മളിവിടെ ഓഫ്കോഴ്സ് ഈ ആദ്യം വരുന്നതൊക്കെ നമ്മുടെ ബിൽഡിംഗ് റൂളിന്റെ അകത്തുള്ള അപ്ലിക്കേഷൻ ഫോമിന്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ആണ്. ഇതെല്ലാം നമുക്ക് അത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഈ മാറിയ GISന്റെ കാലത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മൾ സൈറ്റിൽ എത്താൻ ശ്രമിക്കുന്ന കാലത്ത് നമുക്ക് ഇത് ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ റൂളിന്റെ അകത്ത് ഇതുള്ളത് ഡീറ്റെയിൽസ് ഉള്ളത് കൊണ്ട് ഇത് ചെയ്യണം. റോഡ് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം, മാസ്റ്റർ പ്ലാൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യാം. സേവ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഡ്രോയിങ് നമ്മളിവിടെ ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യാണ് ഹൈബ്രിഡ് മോഡിൽ ചെയ്യുന്നത്. ഹൈബ്രിഡ് മോഡിൽ ഇവിടെ ഡ്രോയിങ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യണം. നോക്കിയറിയാം, ഏറ്റവും സൈറ്റ് പ്ലാൻ അറ്റാച്ച് ചെയ്യുന്നു, സർവീസ് പ്ലാൻ അറ്റാച്ച് ചെയ്യുന്നു, ബിൽഡിംഗ് പ്ലാൻ, പ്ലാൻ എലിവേഷൻ സെക്ഷൻ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നു, പാർക്കിംഗ് പ്ലാൻ ഒന്നിൽ കൂടെ അറ്റാച്ച് ചെയ്യാം, യൂട്ടിലിറ്റി RWC കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തതിന് ശേഷം ഇവിടെ കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കവേർഡ് ഏരിയ ചോദിക്കും. കവേർഡ് ഏരിയ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഹൈറ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെയായിട്ട് ഓരോന്നിനും ആവശ്യമുള്ള ഏരിയ ഡീറ്റെയിൽസ് ചോദിക്കും. ഏരിയ ഡീറ്റെയിൽസ് എന്ത് വെക്കുന്നു. അതിന് താഴെ ബേസിക് ആയിട്ടുള്ള റൂൾ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് റിക്വയർഡ് ആസ് പെർ റൂളും പ്രൊവൈഡ് ആസ് പെർ റൂളും ആസ് പെർ ഡ്രോയിങ് നമ്മൾ ഡയറക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് സേവ് ചെയ്യാൻ വേണ്ടി എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ് ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓട്ടോമേറ്റഡ് മോഡാണ്. ഇനി ഞാൻ നേരത്തെ ഓട്ടോമേറ്റഡ് മോഡിന് പകരം നമുക്ക് മാനുവൽ സോറി ഓട്ടോമേറ്റഡ് അല്ല, ഇത് ഹൈബ്രിഡ് മോഡാണ്. ഇത് ഹൈബ്രിഡ് മോഡാണ്. ഓക്കെ, ഇത് ഹൈബ്രിഡ് മോഡിൽ ചെയ്യുന്നത്. ഇനി ഈ ഹൈബ്രിഡ് മോഡിന് പകരം ഇതൊരു എന്താ പറയാ ഓട്ടോമേറ്റഡ് മോഡാണെങ്കിൽ എന്താണ് ചെയ്യാൻ നോക്കാം. ഓട്ടോമേറ്റഡ് മോഡിൽ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റേഷനിൽ നമ്മൾ നിൽക്കുന്നത് റൂൾ ഡീറ്റെയിൽസ് പ്ലോട്ട് ഡീറ്റെയിൽസ് കഴിഞ്ഞു. അഞ്ചാമത്തെ സ്റ്റേജ് എത്തി. ഇവിടെ നമ്മൾ മാനുവലിയാണ് ഹൈബ്രിഡ് മോഡിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഈ സംഭവം ഞാൻ തിരിച്ചു പോയതിനു ശേഷം ഇവിടെ ബിൽഡിംഗ് പെർമിഷൻസ് പോകുന്നു, പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽസ് പോകുന്നു, ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ എടുക്കുന്നു. ജനറലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ജനറൽ ആദ്യത്തെ പ്രീറിക്വസ്റ്റ് കാണിച്ചു. അതിനുശേഷം നേരത്തെ നമ്മൾ എടുത്തിരുന്നത് ഇവിടെ ഞാനൊരു പ്രോജക്ട് നെയിം കൊടുത്തു. നേരത്തെ നമ്മൾ എടുത്തിരുന്നത് ഹൈബ്രിഡ് ആയിരുന്നു. ഇവിടെ ഞാൻ ഓട്ടോമേറ്റഡ് മോഡ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമേറ്റഡ് മോഡ് സെലക്ട് ചെയ്തു, പ്രൊസീഡ് ചെയ്തു, ലോക്കൽ ബോർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നില്ല. ക്യാപ്ചർ ലൊക്കേഷൻ നേരത്തെ ചെയ്തത് സെയിം ആണ്. പ്ലോട്ട് ഡീറ്റെയിൽസ് നേരത്തെ ചെയ്ത സെയിം ആണ്. അഞ്ചാമത്തെ അക്കോർഡിൽ റൂൾ വെരിഫിക്കേഷൻ. ഈ അഞ്ചാമത്തെ അക്കോർഡിൽ എത്തുമ്പോൾ നേരത്തെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാനും മാനുവലി ഫീഡ് ചെയ്യാനും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഒരു DXF ഡ്രോയിങ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയാണ് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ എന്താ പറയാ, ഞാനൊരു DXF ഡ്രോയിങ് നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു DXF ഡ്രോയിങ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നു. റെസിഡൻസ് ബിലോ ഇല്ല, കാരണം ജനറൽ ആപ്ലിക്കേഷൻ ആയിരിക്കണം. സോ ഇവിടെ ഒരു DXF ഡ്രോയിങ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. സോറി, ഒരു ഡിലേ ഉണ്ട്. ചെയ്ത് വെച്ചിരുന്ന ഡ്രോയിങ് കാണുന്നില്ല. ഓക്കെ, ഒരു ജനറൽ ഫയൽ ഞാനിവിടെ അറ്റാച്ച് ചെയ്യും. ജനറൽ ഫയൽ അറ്റാച്ച് ചെയ്തു, സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ സ്ക്രൂട്ടനൈസ് ചെയ്ത ബിൽഡിംഗ് പ്ലാൻ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡ്രോയിങ് ആണ് ഇത്. ഓക്കെ, ആ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ഡ്രോയിങ് ആണ് ഞാനിപ്പോൾ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നത്. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ലെസ് ദാൻ 1 മിനിറ്റ്, ആവറേജ് 30 സെക്കൻഡ്സ് എടുക്കും അറ്റാച്ച് ചെയ്യാൻ വേണ്ടി. ആ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം മുഴുവൻ ഇത് സ്ക്രൂട്ടനി റിജക്റ്റഡ് ആണ്, ഒരു പാസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് അല്ല. എനിവേ നമുക്ക് ഈ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ റൂൾ വെരിഫിക്കേഷൻ കിട്ടുകയാണ്. ഇവിടെ താഴെ നോക്കിയാൽ അറിയാം എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്തിരിക്കുന്നത്. പ്ലോട്ട് ഏരിയയും സൈറ്റ് പ്ലാനിലുള്ള പ്ലോട്ട് ഏരിയയും ഡോക്യുമെന്റിലുള്ള പ്ലോട്ട് ഏരിയയും സൈറ്റിൽ വരച്ചിരിക്കുന്നത് നമ്മളൊരു മിസ്മാച്ച് ആണ് ഇവിടെ എറർ വന്നിരിക്കുന്നത്. സോ നമുക്കത് റെക്ടിഫൈ ചെയ്ത ശേഷം അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ഇവിടെ DXF അപ്ലോഡ് ചെയ്ത്
ആ DXF ഡ്രോയിങ് കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് ഇത് സെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന രീതിയാണ് ഈ ഒരു ഹൈബ്രിഡ് രീതി, ഓട്ടോമേറ്റഡ് രീതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്ന് വെച്ചാൽ നമുക്ക് നിലവിൽ അപ്ലിക്കേഷൻ സമർപ്പിക്കുന്നത്, ഓഫ്കോഴ്സ് ലോഗിൻ വേണം. ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഒന്നുകിൽ നമുക്ക് വരച്ച് പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇത് ജനറൽ കാറ്റഗറിയിലുള്ള ആപ്ലിക്കേഷൻ ഒന്നുകിൽ ഓട്ടോമേറ്റഡ് മോഡ് അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡ്. ഓട്ടോമേറ്റഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം റൂൾ വെരിഫൈ ചെയ്യുകയും അത് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യും. നിലവിൽ സിസ്റ്റം 16 മീറ്റർ ഹൈറ്റ് വരെയുള്ള എല്ലാത്തരം ഒക്യുപ്പൻസീസും എല്ലാത്തരം കെട്ടിടങ്ങളും എത്ര നിലമുള്ള കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് സിസ്റ്റം എക്യുപ്ഡ് ആണ്. അതാണ് ഓട്ടോമേറ്റഡ് മോഡിന്റെ ഒന്നാമത്തെ കാര്യം. അത് എന്താ പറയാ, അതല്ലാതെ മറ്റുള്ള ഇനി അത് വരച്ചെടുക്കാനുള്ള കോൺഫിഡൻസ് ആയ ഒരാൾക്ക് അത് വരച്ചെടുത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് വഴി നമുക്ക് 16 മീറ്റർ ഹൈറ്റ് വരെയുള്ള കെട്ടിടങ്ങൾ എല്ലാവിധ ഒക്യുപ്പൻസിയും ചെയ്യാം. ഇനി അതല്ല, നമ്മൾ വരച്ചെടുക്കാൻ പഠിക്കാൻ കുറച്ചുകൂടി സമയമെടുക്കും, അല്ലെങ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യില്ല, കിട്ടാത്ത ഒരാളാണെങ്കിൽ നിലവിൽ അത് ഹൈബ്രിഡ് മോഡ് വഴി നമുക്കിത് അപ്ലൈ ചെയ്യാൻ തടസ്സങ്ങളൊന്നുമില്ല. നിലവിൽ ഈ ഓട്ടോമേറ്റഡ് മോഡ് വഴിയാണെങ്കിലും ഹൈബ്രിഡ് മോഡ് വഴിയാണെങ്കിലും ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ഇതിൽ സെയിം ആണ്. എന്ന് വെച്ചാൽ നമ്മൾ വാലിഡേഷൻസ് എന്ന് പറയുന്നത് ഒരു OTP വരുന്ന വാലിഡേഷൻ ആണ്. ആ OTP വരുന്ന വാലിഡേഷൻ ഇതിൽ ടൈപ്പ് ചെയ്യുന്നതാണ് നമ്മൾ സൈൻ എന്ന് പറയുന്നത്. അതിൽ മാറ്റമില്ല. അതിനുശേഷം സിസ്റ്റത്തിലെ ഒരു പെർമിറ്റ് അത് ക്യാപ്ചർ ചെയ്യുന്നത് മാറ്റമില്ല. സോ നമ്മൾ നേരത്തെ കണ്ട ഇവിടെ വാലിഡേറ്റ് ആപ്ലിക്കേഷൻ കഴിഞ്ഞു, ഇവിടെ ഒരു OTP വന്നു ടൈപ്പ് ചെയ്തു, അതിനി ഫോർവേഡ് ടു ഓണർ കൊടുക്കുന്നു. ഫോർവേഡ് ടു ഓണർ കൊടുത്താൽ ഓണർക്ക് ആ ഒരു OTP വരും. OTP ഓണർ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നു. ആ ഒരു രീതിയിലുള്ള ബാക്കിയുള്ള ഒരു കാര്യങ്ങൾക്ക് മാറ്റമല്ല. ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗത്ത് ഓട്ടോമേറ്റഡ് ആയിട്ട് റൂൾ വെരിഫിക്കേഷൻ പകരം മാനുവൽ ആയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഈ രണ്ടും വ്യത്യാസം. ഓക്കെ, സോ ജനറലുള്ള ഓട്ടോമാറ്റഡും ഹൈബ്രിഡും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളതാണ് സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത്. സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബിൽഡിംഗ് പെർമിറ്റ് ആണ് സെൽഫ് സർട്ടിഫൈഡ് സ്കീം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റഡ് മാത്രമേ ഇതിലുള്ളൂ, ഹൈബ്രിഡ് മോഡ് സെൽഫ് സർട്ടിഫൈഡ് അപ്ലൈ അല്ല. ഓക്കെ, ഹൈബ്രിഡ് മോഡ് ഇല്ല, ഓട്ടോമാറ്റഡ് മോഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെയുള്ള സെയിം പ്രോസസ് തന്നെയാണ്. അതിൽ പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുക. ഇത് ഓട്ടോമാറ്റഡ് ആണോ ഹൈബ്രിഡ് ആണോ സെലക്ട് ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല. സോ ഇത് സെലക്ട് ചെയ്യുന്നു, ഡോക്ടർ ബോഡി ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ക്യാപ്ചർ ലൊക്കേഷൻ കൊടുക്കുന്നു, മാൻഡേറ്ററി അല്ല. അതിനുശേഷം താഴെ വന്ന് പ്ലോട്ട് ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യുന്നു, സെയിം ആണ്. അഞ്ചാമത്തേതിലെത്തുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത DXF അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. DXF അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നാൽ എന്താ പറയാ, ആ ഓപ്ഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഡാറ്റ ഇതിലോട്ട് ക്യാപ്ചർ ആയിട്ട് വരും. ഈ ഡാറ്റ ക്യാപ്ചർ ആയി വന്നാൽ നമുക്ക് ആ ഒരു ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള മുഴുവൻ പ്രോസസ്സും സിസ്റ്റം ചെയ്യുന്നത്. സോ ഇതൊരു ആക്സിഡന്റ് ഫയൽ കൂടി ഞാൻ കാണിക്കുകയാണ്. നമ്മൾ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് അറിയാം, കോഴിക്കോട് കോർപ്പറേഷനിൽ സുവേഗ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. ഇതിന്റെ റൂൾ വെരിഫിക്കേഷൻ എൻജിൻ എന്ന് പറയുന്നത് സുവേഗ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച ഒരു എൻജിൻ തന്നെയാണ്. അതിനൊരു അപ്ഡേറ്റഡ് അല്ലെങ്കിൽ എൻഹാൻസ്ഡ് മോഡേൺ വേർഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് റൂൾ വെരിഫിക്കേഷനും അതോടൊപ്പം തന്നെ അതിന് കൂടെ തന്നെയാണ് നമുക്ക് ഇതിന്റെ PDF ഡ്രോയിങ്സ് അപ്രൂവലിന് വേണ്ടിയിട്ടുള്ള PDF ഡ്രോയിങ്സും ജനറേറ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാനുവലി ഉള്ള ഒരു ഇതും സബ്മിറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ സ്കൂൾ വെരിഫിക്കേഷൻ ആക്സെപ്റ്റഡ് സ്റ്റാറ്റസ് ആണ്. സ്കൂട്ടർ റിപ്പോർട്ട് വന്നു. സ്കൂട്ടർ റിപ്പോർട്ടിനകത്ത് അതിന് എല്ലാ ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ 30 സെക്കൻഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ PDF ഡ്രോയിങ്സ് ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടാണ്. ഈ PDF ഡ്രോയിങ്സ് ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ PDF ഡ്രോയിങ്സും നമ്മൾ നോക്കണം. നമ്മൾ PDF ഡ്രോയിങ്സ് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന അതിൽ PDF ഡ്രോയിങ്സ് ജനറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ലെയേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ട്. അതിൽ കറക്റ്റ് ആയി കൊടുത്തെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് PDF ആയിട്ട് ജനറേറ്റ് ആയിട്ട് വരുള്ളൂ. ഈ PDF ജനറേറ്റ് ചെയ്ത് വന്നിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്തു എന്നുള്ള ഒരു ഡിക്ലറേഷനും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ വേറെ ഡീറ്റെയിൽസ് ഒന്നും ചെയ്തില്ല. അതിന്റെ ഏരിയാസ് കൂടെ ഓട്ടോമാറ്റിക്കലി കയറി വരികയാണ് ചെയ്യുക. ശരി, ഇനി എന്താ പറയാ, ഇത്രയാണ് ഡ്രോയിങ് സബ്മിഷന്റെ ഭാഗത്ത് ഉള്ള കാര്യം. ഡ്രോയിങ് സബ്മിഷന്റെ ഭാഗത്ത് നമുക്ക് ഓട്ടോമേറ്റഡ് ഹൈബ്രിഡ് പ്ലസ് ഇതിന്റെ സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് ഭാഗമായിട്ട് വരും. ഇനി അടുത്തായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്
നമുക്ക് ഈ ഡ്രോയിങ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യം. അതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ബില്ലിംഗ് ലോഗിന്റെ അകത്തല്ല, മറിച്ച് നമുക്ക് ലോഗിൻ കിട്ടാത്ത ആളുകൾക്കും ആക്സസ് ചെയ്യാന്നുള്ളത് ലോഗിന്റെ പുറത്തായിട്ടാണ് ഇതിന്റെ ഒരു വരുന്നത്. ലോഗിൻ ഒന്ന് ഔട്ട് ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത് കെ സ്മാർട്ടിന്റെ ഈ ഒരു പേജില്ല. ഈ ഒരു പേജിൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബില്ലിംഗ് പെർമിറ്റ് എന്നുള്ള സെക്ഷൻ കാണാം. ഈ ബില്ലിംഗ് പെർമിറ്റ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലൈസൻസി സർവീസസ് എന്നുള്ള സെക്ഷനിൽ ചെന്നാൽ ലൈസൻസി ട്രെയിനിങ് വീഡിയോസ്, ഓഫ് കോഴ്സ് ലൈസൻസ് ലോഗിൻ ഇവിടുന്ന് പോവാം, ലൈസൻസ് രജിസ്ട്രേഷൻ നമുക്ക് ഇവിടുന്ന് പോവാം. ലൈസൻസി ട്രെയിനിങ് വീഡിയോസ് എന്നുള്ള ഈ ഒരു സെക്ഷൻ, ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ, അതായത് ഒരു വീടിന്റെ ഡ്രോയിങ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഡ്രോയിങ്സ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ ഒരു ഓർഡർ തന്നെ കൊടുത്തിരിക്കുന്നത് ബില്ലിംഗ് പെർമിറ്റ് കെ സ്മാർട്ട് ഇൻട്രൊഡക്ഷൻ ജനറൽ റിക്വയർമെന്റ് എന്നുള്ള രീതിയിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിലോട്ട് പോവുകയും കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിത്ത് ഓഡിയോ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം തന്നെ അങ്കമാലി ഒരു ട്രെയിനിങ് ഉള്ള സമയത്ത് അവിടുന്ന് ഒരു സുഹൃത്ത് കാണാൻ വന്നിരുന്നു. അദ്ദേഹം ഒരു ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഈ ഒരു വീഡിയോ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ വീഡിയോസ് നോക്കി സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ മാത്രമല്ല നിലവിലുള്ള മറ്റു സിസ്റ്റങ്ങളായിട്ട് കമ്പയർ ചെയ്യുകയും കുറെ എൻഹാൻസ്മെന്റ്സുകളോട് പറഞ്ഞു തരികയും ചെയ്തു. സോ അങ്ങനെയുള്ള എന്താ പറയാ അത്രയും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാവുന്ന രൂപത്തിലാണ് ഈ ഒരു സിസ്റ്റവും ഈ വീഡിയോസും ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്നോട് പറയുന്നു ഏറ്റവും പോർട്ടൽ നമ്മൾ ഏറ്റവും ആദ്യം കെ സ്മാർട്ട് എന്നുള്ള ഏറ്റവും ആദ്യത്തെ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പുള്ള സ്ക്രീനിൽ ഇവിടെ താഴെ വന്നാൽ ബിൽഡിംഗ് പെർമിറ്റ് എന്നുള്ള സെഷനിൽ വന്നു കഴിഞ്ഞാൽ ബിൽഡിംഗ് പെർമിറ്റിൽ അവിടെ ലൈസൻസ് ട്രെയിനിങ് വീഡിയോസ് എന്നുള്ള സെഷൻ ഉണ്ടാവും. ആ സെഷനിലാണ് വീഡിയോസ് ഉള്ളത്. അത് നോക്കിയാൽ തന്നെ നിലവിൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലിന്റെ വീഡിയോസും പ്ലസ് ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസും പിന്നെ പൊതുവായ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷമുള്ളതാണ് ലൈസൻസി യൂസർ മാനുവൽ എന്നൊരു സംഭവം. ലൈസൻസി യൂസർ മാനുവൽ. ഓക്കെ, ഈ ലൈസൻസി യൂസർ മാനുവലിനകത്ത് കയറിയാൽ നമുക്ക് ഏറ്റവും ആദ്യം കാണുന്ന ഫയൽ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ്, ഏറ്റവും ആദ്യം കാണുന്ന ഫയലാണ് ലെയർ മാട്രിക്സ് ലൈവ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എന്നിട്ട് ലെയർ മാട്രിക്സ് ഉണ്ട് ഒരു ഫയൽ കാണും. നമ്മള് ട്രെയിനിങ് വീഡിയോസ് കണ്ടു തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രോയിങ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഈ ഡ്രോയിങ് ഇത് ബേസിക്കലി ഒരു DWG ഡ്രോയിങ് മാത്രമാണ്. വേറൊരു സോഫ്റ്റ്വെയറോ ഇൻസ്റ്റാൾ ചെയ്യേണ്ട വേറെ പ്ലഗിനോ കാര്യങ്ങളൊന്നും അല്ല, വേറെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതോ ഒന്നുമില്ല. ഇവിടെ ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അത് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ചെയ്താൽ ഇത് ഒരു ഒരു DWG ഡ്രോയിങ് മാത്രമാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കെ സ്മാർട്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത അല്ലെങ്കിൽ നമ്മൾ പൂർത്തിയാക്കാൻ ശ്രമിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിസ്റ്റം പരമാവധി സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്, ഏതൊരാൾക്കും പഠിച്ചെടുക്കാവുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ഒന്ന് തുടക്കത്തിൽ പഠിച്ചെടുക്കാൻ നമുക്കൊന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കാണണം. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും ഒരു ക്ലാസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ആളുകൾ പ്രാക്ടീസിങ് ആൾക്കാരോട് ചോദിക്കാറുണ്ട് എത്ര സമയമെടുക്കും ഒരു വീടിന്റെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എന്നാണ് 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു ഓൾറെഡി വരച്ചു വെച്ചിരിക്കുന്ന ഡ്രോയിങ്ങിൽ കെ സ്മാർട്ടിന് വേണ്ടിയുള്ള ബാക്കി ലെയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ഒരു 10 മിനിറ്റ് സമയം പറ്റുമെന്ന് പറഞ്ഞു. ഈ 10 മിനിറ്റ് സമയം കഴിഞ്ഞ ദിവസം വേറൊരു എറണാകുളത്തുള്ള സുഹൃത്ത് പറഞ്ഞു, സർ 10 മിനിറ്റ് പോലും നമുക്ക് 5 മിനിറ്റ് വരെ ആക്കി ചുരുക്കാൻ പറ്റുന്ന മെത്തേഡ്സും നമുക്കുണ്ടെന്ന് പറഞ്ഞു. കാര്യം ഈ കെ സ്മാർട്ട് സിസ്റ്റം നമ്മൾ ഈ വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ അങ്ങേയറ്റം ഫ്ലെക്സിബിൾ ആക്കിയാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ബൈഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടതില്ലാത്തൊരു രൂപത്തിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ നോക്കിയാൽ അറിയാം 1 മുതൽ 18 വരെ ഒരു സ്റ്റെപ്പുകളോട് കൊടുത്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ 18 സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന മുഴുവൻ ഇത് ഒരു മെത്തേഡ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുക്കാൻ സെൻസ് നമ്മുടെ ഒരു ഡ്രോയിങ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവും. ആ ഒരു വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാം.
ഇത് മുഴുവനായിട്ട് പറയൽ നമുക്ക് എന്താ പറയാ ഈ ഒരു സെഷനിൽ കൊണ്ട് തീരൂല. അതുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്ന ഒരു ഓവറോൾ ആയിട്ടൊന്ന് പറയുന്നു. ജനറൽ ആയിട്ട് നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 1:1 സ്കെയിലിൽ മീറ്റർ യൂണിറ്റിലായിരിക്കണം. മീറ്റർ യൂണിറ്റിലായാൽ മാത്രം പോരാ, അത് മീറ്റർ യൂണിറ്റ് സെറ്റ് ചെയ്യണം. അതുകൊണ്ട് സെറ്റ് ഇൻ മീറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് എന്നുള്ള കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ഇതിനുണ്ടല്ലേ, ഇത് ഇഞ്ചിലാണ് ഉള്ളത്. ഈ ഇഞ്ചിന് പകരം സെന്റിമീറ്റർ മില്ലിമീറ്റർ ഒന്നും പോരാ, മീറ്റർ ആയിട്ട് സെറ്റ് ചെയ്യണം. ഈ മീറ്റർ ഒന്ന് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുത്തെങ്കിലേ സിസ്റ്റം ഇവിടെ അല്ല കേട്ടോ, ഇതിലല്ല ചെയ്യേണ്ടത് ഇതാണ് എന്റെ ഡെസ്റ്റിനേഷൻ ഡ്രോയിങ്. ഓക്കെ, ഞാൻ വരയ്ക്കാൻ പോകുന്ന ഡ്രോയിങ് ഇതാണ്. ഏറ്റവും ആദ്യം നമ്മള് എന്താ പറയാ ടൈറ്റിൽ ബ്ലോക്ക് ഒക്കെ ചെയ്ത് സബ്മിഷന് വേണ്ടി റെഡിയാക്കി വെക്കുന്ന ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്നു. അത് പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ യൂണിറ്റ്സ് മീറ്ററിൽ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ മൾട്ടിലൈൻ ടെക്സ്റ്റ് ഉണ്ടാവരുത്, ബ്ലോക്ക് റെഫറൻസ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഡയറക്റ്റ് നമ്മൾ പറഞ്ഞെടുക്കാണ്ട് പ്ലാൻ ഇൻഫോ അത് വീഡിയോസ് നോക്കണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ലെയർ സ്റ്റൈൽ ഉണ്ട്, ഡയമെൻഷൻ സ്റ്റൈൽ ഉണ്ട്, അത് ഉപയോഗിക്കണം. പിന്നെ എന്ന് തുടങ്ങി നമുക്ക് എന്താ പറയാ ഷീറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനെ വന്ന് നമുക്ക് ഉപയോഗിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇവിടെ കുറെ ഇങ്ങനെ ബട്ടൺസ് കാണണം, ഹാച്ചസ് കാണണം. നമുക്ക് ബേസിക്കലി നമ്മൾ ഡ്രോയിങ്ങിൽ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊരു എക്സാമ്പിൾ മാത്രമേ കാണിക്കുകയാണ്. ഇത് പ്ലോട്ട് ബൗണ്ടറി എന്നുള്ളത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ അകത്ത് സിസ്റ്റത്തിന് അത് പ്ലോട്ട് ബൗണ്ടറി ആണെന്ന് മനസ്സിലാവണമെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ലെയർ ഉപയോഗിച്ച് നിശ്ചിത ലെയർ ഉപയോഗിച്ച് നമുക്കത് കൊടുക്കേണ്ടത്. നിശ്ചിത ലെയർ വെച്ച് വരച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കത് പ്ലോട്ട് ബൗണ്ടറി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും, സിസ്റ്റത്തിന് മനസ്സിലാവും. സോ അങ്ങനെ സിസ്റ്റത്തിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താ പറയാ നമുക്ക് ചില പ്രത്യേക ലെയറുകളിലുള്ള കളറുകൾ നമുക്ക് വരയ്ക്കേണ്ടി വരും. ഇവിടെ പ്ലോട്ട് ബൗണ്ടറി വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോളി ലൈൻ ഉപയോഗിച്ച് ക്ലോസ്ഡ് കമാൻഡ് വെച്ച് ക്ലോസ് ചെയ്ത പോളികളായിട്ടാണ് നമുക്ക് ഒരു എന്താ പറയാ പ്ലോട്ട് ബൗണ്ടറി വരയ്ക്കേണ്ടത്. ഓക്കെ, പ്ലോട്ട് ബൗണ്ടറി ക്ലോസ് കമാൻഡ് വെച്ച് ക്ലോസ് ചെയ്ത പോളികളായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് എന്താ പറയാ ഇവിടെ ഈ ഒരു ലൈൻ ഇപ്പോൾ ഉള്ളത് വേറെന്തോ ലെയറിലാണ്. ഈ ലെയർ നമുക്ക് ഒരു നിശ്ചിത ലെയറിലോട്ട് പ്ലോട്ട് ബൗണ്ടറി എന്നുള്ള ലെയറിലോട്ട് നമുക്ക് കൊടുക്കാം. സോ പ്ലോട്ട് ബൗണ്ടറി എന്ന ലെയറിലോട്ട് നമുക്ക് കൊടുക്കണം നമ്മൾ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിചാരിക്കും, ഓക്കെ ഞാനിപ്പോൾ ഈ ലെയർ ഉണ്ടാക്കണം, പ്ലോട്ട് ബൗണ്ടറി എന്നുള്ള ലെയർ ഉണ്ടാക്കണം. ആ ലെയർ ഉണ്ടാക്കി അത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം ഇതിൽ കൊണ്ടുപോകണം. എന്നിട്ട് മുകളിലെ ഡ്രോപ്പ് ലെയർ എടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ലെയർ ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ ഈ പേരിന്റെ ഒരു സ്പെല്ലിംഗ് തെറ്റിയ പ്രശ്നമാവും. ഇതൊക്കെ സംഭവിക്കാം. സോ അങ്ങനെയുള്ള സിനാരിയോസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആകെ നമ്മൾ ആ പോളിഗൺ വരയ്ക്കണം, നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പോളിഗൺ വരച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു മാച്ച് പ്രോപ്പർട്ടീസ് എന്നുള്ള കമാൻഡ്, അത് പോളിഗൺ നമ്മൾ ഓട്ടോകാഡിൽ ഒരു കമാൻഡാണ്, അല്ലെങ്കിൽ ഡ്രോയിങ് സോഫ്റ്റ്വെയറിൽ ഒരു കമാൻഡാണ്. ഇവിടെ നമുക്കൊരു പോളിലൈൻ ഉണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഒരു ഹാച്ചും ഒരു പോളിഗണുമാണ്. നമ്മൾ സാധാരണ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്ന ഒരു റെക്ടാങ്കിളും ആ റെക്ടാങ്കിളും ഹാച്ച് ആക്കി വെച്ചിരിക്കുക ചെയ്തിരിക്കുന്നത്. ആ ഹാച്ച് പക്ഷെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പ്ലോട്ട് ബൗണ്ടറി എന്ന ലെയർ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഉണ്ടാക്കിയ ലെയറിൽ ഞാനിത് കൊണ്ടുവച്ചിരിക്കുന്നു. ഓക്കെ, പ്ലോട്ട് ബൗണ്ടറി എന്നുള്ള ലെയറിൽ ഇവിടെ ഇത് ഉണ്ടാക്കിയത് കൊണ്ടുവച്ചിരിക്കുന്നു. ഇവിടെ PLOT_boundary എന്നുള്ള ഒരു ലെയറാണുള്ളത്. എനിക്ക് വേണ്ടത് ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ലെയറിലേക്ക് നേരത്തെ വരച്ച ആ പ്ലോട്ട് ബൗണ്ടറി കൊണ്ടുവച്ചാൽ മാത്രം മതി. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മാച്ച് പ്രോപ്പർട്ടി എന്നുള്ള ഫങ്ഷനാലിറ്റി ഉപയോഗിക്കാൻ വേണ്ടി MA എന്നുള്ള കമാൻഡ് എടുക്കുന്നു. MA എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് ഈ ഒരു പ്ലോട്ട് ബൗണ്ടറി ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നേരത്തെ വരച്ച് ആ ഒരു പോളിഗൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് അറിയാം ആ ഒരു നേരത്തെ പറഞ്ഞ ആ ഒരു ലെയറിലോട്ട് ഇത് മാറിക്കഴിഞ്ഞു. ഓക്കെ, നമ്മൾ വേറെ ഒന്നും ലെയർ ഉണ്ടാക്കുന്നില്ല, ലെയർ എന്താണ് വേണ്ടെന്ന് ഓർത്ത് വെക്കുന്നില്ല. ആകെ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു പോളിലൈൻ ഉണ്ടാക്കണം, നമുക്കൊരു ഐഡിയ വേണം. പോളിലൈൻ വരയ്ക്കുന്നു, അത് ക്ലോസ് ചെയ്യണം, നമുക്ക് ഐഡിയ വേണം, ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ മാച്ച് പ്രോപ്പർട്ടി എന്നുള്ള കമാൻഡ് അടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അത് നേരെ അവിടെ കൊണ്ടുവരുന്നു. നമ്മുടെ ഡ്രോയിങ് പ്രിപ്പറേഷൻ ത്രൂ ഔട്ട് എടുക്കുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. സോ അതിനുശേഷം ഒരു യാർഡുകളാണെങ്കിലും ബിൽഡിംഗ് ഫുട്പ്രിന്റുകളാണെങ്കിലും എന്ന് തുടങ്ങി ബിൽഡിംഗ് ഫുട്പ്രിന്റ് നമുക്ക് നോക്കാം. ഇതിനെ കൂടുതൽ വരുന്നതാണ് ബിൽഡിംഗ് ഫുട്പ്രിന്റ്. നമുക്ക് ഇതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇത് ഓൾറെഡി ഇവിടെ പോളിഗൺ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. സോ ഇത് സെലക്ട് ചെയ്തത് അത് ബിൽഡിംഗ് ഫുട്പ്രിന്റ് ആയിട്ട് മുമ്പോട്ട്
ഇങ്ങനെ ആണ് നമ്മൾ ഈ ഒരു സിസ്റ്റം വരച്ചെടുക്കുന്നത്. ഇത് എന്തൊക്കെയാണ് വരയ്ക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും തീർച്ചയായിട്ടും നിങ്ങൾ സമയം ആ വീഡിയോസ് ഒന്ന് കാണണം. നമുക്ക് ഈ ഒരു ചെറിയ സെഷൻ കൊണ്ട് അത് തീർക്കാൻ ബുദ്ധിമുട്ട്. അതിനുശേഷം ഇതാണ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽസിന്റെ ഒരു കേസ്. ഇവിടെ തന്നെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത സ്ഥലത്ത് തന്നെ ജനറൽ ലെയർ മാട്രിക്സ്. സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം കുറേ റൂളുകൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു കേസുകളുള്ള കുറച്ച് എളുപ്പമുള്ള ഡ്രോയിങ് ആണ്. താരതമ്യേന എളുപ്പമാണ് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽസിന്റെ റൂള്. സോ ഇവിടെ നമുക്ക് എന്താ പറയാ, അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന നമുക്കൊക്കെ വരുന്ന കേസും സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ആണ്. എന്തുകൊണ്ടാണ് അത് എളുപ്പത്തിന് വേണ്ടി വേറൊരു സെറ്റാക്കി വെച്ചിരിക്കുന്നു. അതോടൊപ്പം രണ്ടാമത്തെ ലെയർ മാട്രിക്സ് ഉണ്ട്. ഇതൊന്ന് മാറ്റി അപ്ലോഡ് ചെയ്യണം. കാരണം ലെയർ മാട്രിക്സ് ജനറൽ എന്നുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ട് ജനറൽ ആണ്. ഓക്കെ, ഒരു എന്നെ വിട്ടുപോയിട്ടുണ്ട്. ജനറൽ, ഈ ജനറൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജനറലും അഗെയിൻ ഒരു എന്താ പറയാ ഒരു ലെയർ മാട്രിക്സ് തന്നെയാണ്. ഈ ലെയർ മാട്രിക്സിൽ നമുക്ക് എല്ലാ തരം കെട്ടിടങ്ങളും എല്ലാ വിധത്തിലുള്ള കെട്ടിടങ്ങളും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലെയർ മാട്രിക്സ് ആണ് ജനറൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, സോ സ്വാഭാവികമായിട്ടും നമുക്ക് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലും ജനറൽ ആയിട്ട് തന്നെ വരയ്ക്കാം. വേറെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അതിലില്ല. പക്ഷെ ജനറൽ എന്ന് പറയുന്നത് എല്ലാ തരം കെട്ടിടങ്ങളും സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് മാത്രം. ഇനി അതോടൊപ്പം മൂന്നാമതുള്ളതാണ് ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യലുള്ള ഒരു സാമ്പിൾ ഡ്രോയിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സാമ്പിൾ ഡ്രോയിങ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങനെ വരയ്ക്കണം, ഓരോ സ്റ്റേജ് എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, ഏത് ലെയർ വെച്ചാണ് വരച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയാ ആ സാമ്പിൾ ഡ്രോയിങ് നോക്കിയാൽ നമുക്ക് ഐഡിയ കിട്ടും. സോ ഇതാണ് ലെയർ മാട്രിക്സ്. ലെയർ മാട്രിക്സിൽ ജനറൽ എന്ന് പറയുമ്പോൾ എല്ലാത്തരം ഓക്യുപ്പൻസി ഉള്ളത് കൊണ്ടാണ് കുറച്ചും കൂടി കൂടുതൽ പാരാമീറ്റേഴ്സ് ഉണ്ടാവും. എന്നാലും അത് ഡിഫറെന്റ് സ്റ്റേജ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ടതായിട്ടോ എന്താ പറയാ നിങ്ങൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. ആകെ വീഡിയോസ് ഒന്ന് കാണുന്നു. വീഡിയോസ് ഉള്ളത് നിലവിൽ സിംഗിൾ ഫാമിലിക്ക് മാത്രമാണ്. അതിന്റെ ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ മാത്രമാണ് തൊട്ടടുത്ത് വരുന്നത്. സോ സിംഗിൾ ഫാമിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതും ബാക്കി ഇത് വായിച്ചു നോക്കിയാൽ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ജനറൽ ആസ്പെക്ടിന്റെ വീഡിയോസും നമ്മൾ കൂടുതൽ തന്നെ ചെയ്യുന്നതായിരിക്കും. പ്ലസ് ഇതിന് കൂടെ ഈ ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ സാമ്പിൾ ഡ്രോയിങ് ഇപ്പൊ കാണിച്ച ആ ഡ്രോയിങ് തന്നെയാണത്. ആ ഡ്രോയിങ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ വരച്ചെടുക്കാനുള്ള ഒരു എല്ലാ ടൂളുകളും നമുക്ക് കിട്ടിക്കഴിയും. സോ അതിനൊരു റിക്വസ്റ്റ് ഉള്ളത് ആദ്യം ഒരു വീടിന്റെ വരച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ മറ്റുള്ളവരിൽ പോകാവൂ. കാര്യം വീടിന്റെ വരച്ച് നോക്കിയിട്ട് അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്കൊന്ന് രജിസ്റ്റേർഡ് ആയതിനു ശേഷം സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മറ്റുള്ള കൊമേഴ്ഷ്യൽ മുതൽ അങ്ങോട്ട് എല്ലാ ഓക്യുപ്പൻസിലോട്ടും പോകുന്നതാണ് അഭികാമ്യം. അതോടൊപ്പം നിലവിൽ മറ്റ് വേറെ എല്ലാത്തരം ഡ്രോയിങ്ങുകളും നമുക്ക് ഹൈബ്രിഡ് വഴി സബ്മിറ്റ് ചെയ്യുന്നതിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്നും കൂടി അറിയിക്കുകയാണ്. ഓക്കെ, സമയം 8:40 നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു 9 മണിയോടെങ്കിൽ നമ്മൾ നിർത്തണം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അതിന്റെ പേര് പറയാം, ആരും സംസാരിക്കുന്നത് പറയാം, സ്ഥലം പറയാം, അതിനുശേഷം പറയാം. ഹലോ, പറഞ്ഞോളൂ. റെഗുലറൈസേഷൻ വരുമ്പോ എങ്ങനെ ചെയ്യണ്ടേ? റെഗുലറൈസേഷൻ വരുമ്പോൾ പറ്റിയൊരു പ്രശ്നം ഞാൻ പറയാം. റെഗുലറൈസ്ഡ് പെർമിറ്റ് മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യണേ, മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യണം. ഹലോ, റെഗുലറൈസേഷന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റെഗുലറൈസേഷനിൽ റെഗുലറൈസ്ഡ് പെർമിറ്റ് എടുക്കുന്ന കൂടുതലും നമുക്ക് റെഗുലറൈസേഷൻ കം കംപ്ലീഷൻ ആണ് ആവശ്യമുള്ളത് എന്നുള്ളതുകൊണ്ട് അതിൽ ചെറിയൊരു അപ്ഡേഷന് വേണ്ടി പോയിരിക്കുകയാണ്. ചെറിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നിലവിൽ റെഗുലറൈസ്ഡ് പെർമിറ്റ്, അതോടൊപ്പം റെഗുലറൈസേഷൻ കംപ്ലീഷൻ പ്ലസ് ഇനി അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ റൂൾസ് ഉടനെ ഇറങ്ങാൻ പോകുന്ന ഈ മൂന്നും കൂടി ഒന്ന് ക്ലബ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു അപ്ഡേഷൻ പോയിട്ടുണ്ട്. അത് 1-2 ദിവസങ്ങളിൽ ആക്റ്റീവ് ആവും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ഹലോ ഹലോ ഹലോ, റെക്കോർഡ് ചെയ്ത വീഡിയോ കിട്ടുമോ? റെക്കോർഡ് ചെയ്ത വീഡിയോ അയച്ചുതരാം. തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ് കൊണ്ട് ഇത് അയച്ചുതരാം. സെയിം തന്നെയാണ്.
നമ്മളെ ഞങ്ങള് കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലകളിലുള്ള ഒന്ന് ഡിസംബർ 10 നമ്മൾ മീറ്റിംഗ് വെച്ചിരുന്നു. ഇപ്പൊ എല്ലാ ജില്ലകളിലുള്ള എല്ലാ സംഘടനകളുടെയും ആളുകളും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഷെയർ ചെയ്യും, അത് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. അതോടൊപ്പം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആക്കാം. സൈറ്റിലും ഇന്ന് ഏറ്റവും ടോപ്പിലൊരു ഇത് വന്നില്ലേ, അതുപോലെ അല്ലെങ്കിൽ ഈ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ആ വീഡിയോ ആ ഒരു സ്ഥലത്ത് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആക്കാം. ഈ CRZ ഏരിയയിലുള്ള പെർമിറ്റ് എങ്ങനെയാണ് എടുക്കല്? ഓക്കെ, CRZ ഏരിയയിലെ പെർമിറ്റ് നമുക്ക് ചെറിയ പ്രശ്നം എന്ന സെൻസ് അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി ഞാൻ പറഞ്ഞു. ഒരു നമ്മൾ റൗണ്ട് ലൂപ്പിൽ പെട്ടു പോകുന്ന ഇൻഫിനിറ്റ് ലൂപ്പിൽ പെട്ടു പോകുന്ന കാര്യം. സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് കാറ്റഗറി മിക്കവാറും ചെറിയ വീടുകളാണ് ഈ CRZ ഏരിയയിൽ വരുന്നത്. സെൽഫ് സർട്ടിഫൈഡ് ബിൽഡിംഗ് പെർമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ എല്ലാ NOCയും കിട്ടിയിരിക്കണം. അതേസമയം നമുക്ക് CRZ ആണെങ്കിൽ NOC കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയാ, CRZ NOCക്ക് വേണ്ടി നമുക്ക് ഇത് ലോക്കൽ ബോഡി ത്രൂ അപ്ലൈ ചെയ്യാൻ വേണം. ഈ രണ്ട് കാര്യങ്ങളും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ CRZ ഏരിയയിൽ വരുന്ന വീടുകളാണെങ്കിൽ നമുക്ക് NOC സെൽഫ് സർട്ടിഫൈഡ് അല്ല, ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാനും, അപ്ലൈ ചെയ്തിട്ട് NOC സെക്ഷൻ വരെ പോയി NOCയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അവിടുന്ന് ഓൺലൈനായിട്ട് സ്റ്റാമ്പ് ചെയ്ത് വാങ്ങി അത് NOC വാങ്ങിയെടുത്തതിന് ശേഷം ഒന്നുകിൽ ആ ജനറൽ ആയിട്ടുള്ള സംഭവം തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതല്ല ജനറൽ വേണ്ട, നമുക്ക് സെൽഫ് സർട്ടിഫൈഡ് മതിയെങ്കിൽ രണ്ടാമത് വേറെ സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യാം എന്ന രൂപത്തിലാണ് ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് എന്താ പറയാ, ഈ ഒരു പ്രോസസ്സിന്റെ ഒരു കോൺട്രഡിക്ഷൻ വന്നത് അത് നമ്മുടെ പ്രശ്നമല്ല, പ്രാക്ടിക്കലി ഉള്ള ഒരു ഇതിന്റെ ഭാഗമാണ്. സോ എല്ലാ NOCസിലുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്ത് അപ്രൂവർ സ്റ്റേജ് വരെ എത്തിയതിനു ശേഷം പല ഡോക്യുമെന്റിലും സെക്രട്ടറി സൈൻ ചെയ്തിട്ട് നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ട കേസസ് ഉണ്ടാവും. അങ്ങനത്തെ കേസസ് എല്ലാം ഒരു നമുക്ക് ജനറേറ്റ് NOC ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് തിരിച്ച് സിറ്റിസൺ അല്ലെങ്കിൽ ലൈസൻസി ലോഗിൽ വരികയും അത് പ്രിന്റ് എടുത്ത് നമുക്ക് NOC സബ്മിറ്റ് ചെയ്തതിനു ശേഷം ഇതിൽ വരികയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇനി മോഡ്യൂൾ 2 ഫേസ് 2 എന്ന് പറയുമ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഫേസ് 2 CRZന്റെ പ്രോസസ്സും കൂടി ഓട്ടോമൈസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. നിലവിൽ പഞ്ചായത്തുകളിൽ സങ്കേതം CRZന്റെ ഓട്ടോമൈസേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ പ്രോസസ്സ് നമുക്ക് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് അതിൽ വേറെ പ്രാക്ടിക്കൽ പ്രശ്നമുള്ളത് റൂൾസ് മാറി ഇറങ്ങിയേക്കാം എന്ന് മുമ്പ് സിഡമ്മയായിട്ട് ചർച്ച ചെയ്തപ്പം ഒരു കൺസേൺ പറഞ്ഞിരുന്നു. അതുകൂടി നോക്കി പറയും അടുത്ത്. ഹലോ സാർ, പറയൂ, പേര് പറയൂ, സ്ഥലവും പറയൂ. പേര് മെൽവിൻ എന്നാണ്, ചാലക്കുടി. സാർ, ഒരു തുടക്കം തന്നെ ഒരു ഡിസൈൻ ബ്രീഫ് സ്റ്റേജിൽ ഒരു സിംഗിൾ ലൈൻ സ്കെച്ചിനെ ഡ്രോ ചെയ്യണ കാര്യം പറഞ്ഞില്ലേ, ഡിസൈൻ വിത്ത് റൂൾ കംപ്ലയൻസ് എന്നുള്ള ഒരു സ്റ്റേജിൽ. അതെ അതെ അതെ, അതിന്റെ ഒരു ലെയർ സിസ്റ്റം, ആ ഡിസൈൻ ബ്രീഫ് ചെയ്യാനുള്ള ജസ്റ്റ് നമ്മൾ ആ കംപ്ലയൻസ് ചെയ്യാനുള്ള അതെങ്ങനെയാണ് കിട്ടുന്നത്? ശരി, അത് വിട്ടുപോയതാണ്. ആ ഒരു ലെയർ സിസ്റ്റവും അതിന്റെ മാത്രമായിട്ടുള്ള ഒരു ലെയർ മാപ്പ് അപ്ലോഡ് ചെയ്തരാം. ഓക്കെ, ഈ ഒരു സ്ഥലത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം, ഇന്നോ നാളെ ചെയ്യാം. അത് പ്ലസ് അതെങ്ങനെ വരയ്ക്കണം എന്നുള്ള മിനിമൽ 2 സാമ്പിൾ ഡ്രോയിങ്ങും ഇതിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാം. അതിപ്പോ എങ്ങനെയാ ചെയ്തുതരാന്നുള്ളത് ചോദ്യം ഉണ്ട്, അത് നോക്കിയിട്ട് പറയാം. അതായത് ഈ ഇപ്പൊ കണ്ടുപിടിക്കുന്ന സ്ക്രീനിലെ ഈ സ്ക്രീനിൽ അടുത്തതായിട്ട് ഒരു നാളെ മറ്റന്നാളായിട്ടൊന്നും നോക്കിച്ചാൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന പെർമിറ്റ് എന്നുള്ളത് പരമാവധി ആളുകൾ എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഇതും അത് ചെയ്യാവുന്നതാണ്. സാർ, ഈ ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീംസ് ഇപ്പൊ ചെയ്യാലോ അല്ലെ? ആക്റ്റീവ് ആണല്ലോ, എനേബിൾ ആണല്ലോ. ചെയ്യാം, ആക്റ്റീവ് ആണ്. അതില് ഇനീഷ്യലി കുറച്ച് മാൻഡറ്ററി ഡോക്യുമെന്റ്സിൽ ചെറിയൊരു ബഗ് കയറിയിരുന്നു. നമ്മൾ കൊടുത്ത കുറച്ച് കാര്യങ്ങൾ മാൻഡറ്ററി അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുവഴി അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ചോദിച്ചൊന്ന് ഇലക്ട്രിക് ലൈൻ വരുന്നത് പറഞ്ഞു തരാമോ എന്നാണ്. ഇലക്ട്രിക് ലൈൻ വരയ്ക്കേണ്ടത് നമുക്ക് എടുക്കുന്നത് ഓക്കെ, സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ലൈൻ വരയ്ക്കേണ്ടത് ഇവിടെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ എന്നുള്ള ഒരു ലെയർ ഉണ്ട്. 10ാമത്തെ ഓവർഹെഡ് ഇലക്ട്രിക് ലൈൻ ഉള്ള ലെയർ ഉണ്ട്.
അത് ലൈൻ ആദ്യം വരയ്ക്കുന്നു. ലൈൻ ആദ്യം വരച്ചിട്ട് ഇവിടെ അല്ല കേട്ടോ വരയ്ക്കേണ്ടത്, ഡ്രോയിങ് ഇതിലാണ് നമ്മളെ ഡ്രോയിങ്ങിലാണ്, സൈറ്റ് പ്ലാൻ ആണ് വരയ്ക്കുന്നത്. അതിനുശേഷം OCL1 എന്നുള്ള ലെയറിൽ കൊടുക്കുന്നു. 1 ലെയർ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇവിടെ ടെക്സ്റ്റ് ഉണ്ട്. ഈ ടെക്സ്റ്റ് ഒരിക്കൽ കൂടി ഇത് ഇവിടെ അല്ല കേട്ടോ വരയ്ക്കണത്, ഞാൻ ഇവിടെ കാണിക്കുന്നത് മാത്രം. ഇതെല്ലാം നമ്മുടെ ഡ്രോയിങ്ങിലോട് കോപ്പി ചെയ്ത് വരയ്ക്കണം. ഇവിടെ വോൾട്ടേജ് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അത് KVയിലുള്ള വോൾട്ടേജ് ആണ് വേണേ, 220 KV ആണെങ്കിൽ 220 എന്ന് വെക്കുന്നു. അതിനുശേഷം ഒരു കാര്യം വരയ്ക്കണം. നമ്മുടെ ബിൽഡിംഗ് ഫുട്പ്രിന്റിൽ നിന്നും ഇതിലോട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഒരു ലെയർ ആയിട്ട് മാർക്ക് ചെയ്യുന്നു, ഡയമെൻഷൻ ആയിട്ട് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അത് ഈ ഒരു ലെയർ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് എന്താ പറയാ ഇലക്ട്രിക് ലൈനിന് വേണ്ടി മാർക്ക് ചെയ്യേണ്ടത്. താഴ്ന്നു മുകളിൽ പോകണമെങ്കിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? എർത്ത് വർക്ക് എക്സ്കവേഷന് നമുക്ക് ജനറൽ ലെയർ മാട്രിക്സ് എടുത്താൽ, ജനറൽ ലെയർ മാട്രിക്സ് ഷീറ്റിന്റെ അകത്ത് ഷീറ്റില് ഒരു എർത്ത് വർക്ക് എക്സ്കവേഷൻ ഒരു സെക്ഷൻ ഉണ്ട്. എക്സ്കവേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഒരു ഷീറ്റ് വെച്ചിട്ടാണ്, ഈ ഒരു ലെയർ വെച്ചിട്ടാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ കൊടുക്കേണ്ടത്. ഇതിലുള്ള ജനറൽ മാത്രമല്ല മറ്റേലും ഉണ്ട്, രണ്ടിലും ഉണ്ടാവും. ഒന്ന് നോക്കാം. എക്സ്കവേഷൻ ഉണ്ട്. എക്സ്കവേഷൻ ഉള്ളത് വേറെ തന്നെ ഷീറ്റ് ആക്കിയിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, നമ്മൾ പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് ഡീറ്റെയിലുള്ള അതേ മെഷർമെന്റ് എടുത്ത് വരയ്ക്കുന്ന സമയത്ത് പൊസിഷനുള്ള ഏരിയ ആയിട്ട് കുറച്ചൊരു ഡിഫറൻസ് വരാനുണ്ട്. 2 സ്ക്വയർ എങ്ങാനും കൂടുതൽ വന്നു കഴിഞ്ഞാല് കേൾക്കാവോ? നമ്മൾ അൺമ്യൂട്ട് ചെയ്യുന്നത് ആൾക്കാർക്ക് സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ വേറെ ക്രോസ് ടോക്ക് ചെയ്യാണ്. പ്ലീസ് സ്റ്റോപ്പ് ദാറ്റ്. സാറേ, ഞാൻ ചോദിച്ചോട്ടെ? സാറേ, നമ്മളൊരു പ്ലോട്ട് വരയ്ക്കുന്ന സമയത്ത് ആധാരപ്രകാരമുള്ള മെഷർമെന്റ് എടുത്ത് വരയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ CAD-ൽ കുറച്ച് പോയിന്റ് അധികം വരാറുണ്ട്. ഇപ്പൊ 2 സ്ക്വയർ അധികം വന്നു കഴിഞ്ഞാൽ IBMS ചെയ്യുന്ന സമയത്ത് പൊസിഷനിലെ ഏരിയ നമ്മൾ കോമൺ ആപ്ലിക്കേഷനിൽ എഴുതുന്നതുകൊണ്ട് ആസ് പെർ സൈറ്റിൽ അത് വരാറില്ല, റിജക്റ്റ് ആയി പോവാറാണ് പതിവ്. ഇതിലങ്ങനെ നമുക്ക് ആ മെഷർമെന്റ് എടുത്ത് എഴുതിയാൽ നമുക്ക് കുറച്ച് കൂടുതലായ പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പൊസിഷൻ സർട്ടിഫിക്കറ്റിൽ ഉണ്ട്, അല്ലെ, ഒരു 200 m² ഉണ്ടെന്നായിരിക്കാം. നമ്മള് സൈറ്റിലുള്ള ഡയമെൻഷൻസ് എക്സാക്ട്ലി എടുത്തു കഴിഞ്ഞ്, എസ്പെഷ്യലി ഒരു ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ ഒരിക്കലും അത് എക്സാക്ട്ലി ആ ഒരു സൈറ്റ് മെഷർമെന്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഒരുപാട് ടോളറൻസ് ബോളോട്ട് അനുവദിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളതുകൊണ്ട് 200 m² ആണ് ുള്ള ഏരിയ എങ്കിൽ എക്സാക്ട്ലി അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒന്നുകിൽ 198.8 ആയിരിക്കും, 200.5